നമസ്തേ. അഷ്ടമി കക്ഷ്യ സംസ്കൃത പാഠപുസ്തകം. പ്രിയപ്പെട്ടവരെ, 8ാം ക്ലാസ്സിലെ എൻ്റെ സംസ്കൃതം മക്കളെ എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളൊരു പുതിയ അധ്യായം ഇന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ നീൽ മഹേശ്വർ പ്രസാദ്. അപ്പോൾ പ്രസാദ് സാറിൻ്റെ സവ്യസാചി എന്ന് പറയുന്ന നമ്മുടെ 8ാം ക്ലാസ് സംസ്കൃതത്തിലെ 6ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് സമാരംഭം കുറിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേളയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. എല്ലാവരും ആടണം പാടണം അല്ലെ? അപ്പൊ ഇതാ നമ്മൾ ഇന്ന് പഠിക്കുന്ന സവ്യസാചി എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ചാപ്റ്റർ, മനോഹരമായിട്ടുള്ള ആ ഒരു ചാപ്റ്ററിന്റെ ആ പേജിൽ, ടെക്സ്റ്റ് ബുക്കിൽ എത്രാമത്തെ പേജാണ്? 52 അല്ലെ, 52. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 52ാമത്തെ പേജിൽ ഇതാ ഒരു ചാക്യാർ അവിടെ ഉണ്ട്. ചാക്യാറുടെ ബാക്കിൽ ഒരാൾ അവിടെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട്. എന്ത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് പറയുക. ചാക്യാർ കൂത്തിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ചെണ്ടയാണോ, മിഴാവാണോ, ഇടയ്ക്കാണോ, ഓടക്കുഴലാണോ, എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോ സവ്യസാചി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ വിഷയാനുക്രമണികയിൽ, അതായത് പേജ് നമ്പർ കൊടുത്തിട്ടുണ്ടോ? 8, 7, 6, 5ാമത്തെ പേജിൽ കേട്ടോ. അതായത് ആ പ്രതിജ്ഞയൊക്കെ ഉണ്ടല്ലോ അതിന് മുമ്പിൽ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്ന സ്ഥലത്ത് ഏതൊക്കെയാണ് വ്യവഹാര രൂപം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ആനന്ദകം എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റിൽ, ആനന്ദകം എന്ന് പറയുന്ന 2ാമത്തെ ഏകകത്തില് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ധീരോദൂത കഴിഞ്ഞിട്ട് 6ാമത്തെ ചാപ്റ്റർ സവ്യസാചി എന്താണ്? ഒരു കാവ്യാംശ ആണ്. അതൊരു കാവ്യാംശമാണ്. അപ്പൊ ഈ ഫോട്ടോ ഒരു ചാക്യാർ കൂത്തിൻ്റെതായതുകൊണ്ട് ഇതൊരു ചാക്യാർ കൂത്ത് തരത്തിലുള്ള വ്യവഹാരമാണ് അല്ലെ? അപ്പൊ ഈ കാവ്യാംശം ചാക്യാർ കൂത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ ഗദ്യപദ്യം, ചമ്പു എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഗദ്യപദ്യ മിശ്രമായിട്ടൊക്കെയാണ് പോവുക അല്ലെ? അപ്പോൾ ചാക്യാർ കൂത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സവ്യസാചി ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സവ്യസാചി എന്ന് പറയുന്നത് ആരാണെന്നും എന്താണ് ഈ പാഠത്തിലുള്ളതെന്നാണ് നമ്മൾ ഇന്ന് വേഗം നോക്കാൻ പോകുന്നത്. അപ്പൊ മക്കളെ, പാഠം 6 സവ്യസാചി. എന്താണ് സവ്യസാചി? ആരാണ് സവ്യസാചി? മക്കളെ, സവ്യസാചി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മഹാഭാരതത്തിലെ അർജുനന്റെ മറ്റൊരു പേരാണ്. മഹാഭാരതത്തിലെ അർജുനന്റെ മറ്റൊരു പേരാണ്. അർജുനൻ ആരാണ്? അർജുനൻ കുന്തി ദേവിയുടെ പുത്രനാണ്. കുന്തി ദേവിയുടെ പുത്രനാണ് അർജുനൻ. ഓക്കെ. കുന്തി ദേവിന്റെയും പാണ്ഡുവിന്റെയും പുത്രനായതുകൊണ്ട് നമ്മൾ അർജുനനെ എന്ത് വിളിക്കുന്നു? പാണ്ഡവൻ. എന്ത് വിളിക്കുന്നു? പാണ്ഡവൻ. ഓക്കെ. അപ്പൊ പാണ്ഡുപുത്രനായ അർജുനൻ, പാണ്ഡവനായ അർജുനൻ. പഞ്ചപാണ്ഡവരാണുള്ളത് അല്ലെ? 5 പാണ്ഡവന്മാരുണ്ട്. അതിൽ ഒരാളാണ് അർജുനൻ. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് അറിയാം. ശരി. അപ്പോ ഈ സവ്യസാചി എന്ന അർജുനനെ വിളിക്കാൻ എന്താ കാരണം? സവ്യേന വാമേന ഹസ്തേനാപി സച്ചതി സന്ദധാതി ബാണമിതി. അതായത് സവ്യേന എന്ന് പറഞ്ഞാല് ഇടത് കൈകൊണ്ടും, സവ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ ഇടത് കൈകൊണ്ടും, വാമേന വാമഭാഗം, അതായത് സവ്യേന വാമേന, അതായത് വലത് കൈകൊണ്ടും ഇടത് കൈകൊണ്ടും. വാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് ഭാഗമാണ്. ഓക്കെ. ഞാൻ എന്താ പറഞ്ഞത്? സവ്യം അല്ലെ? സവ്യം വാമം. വാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതും സവ്യം വലതും. അപ്പൊ വലത് കൈകൊണ്ടും ഇടത് കൈകൊണ്ടും, രണ്ട് കൈകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അർജുനന് അമ്പ് ചെയ്യാൻ പറ്റും, ബാണം അയക്കാൻ പറ്റും. മക്കളെ, നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? ബാഹുബലി കണ്ടിട്ടുണ്ടോ? പറയൂ. ബാഹുബലിയില് നമ്മുടെ എന്താണ് ആ പെണ്ണിന്റെ പേര്? ബാഹുബലിയുടെ പിന്നെ കാമുകി ഉണ്ടല്ലോ, അങ്ങനെ പറയുന്നുണ്ടല്ലോ, വിരലുകൾ 4, ആദ്യത്തെ വിരൽ മടക്കി തള്ള വിരൽ പിടിച്ച് അമ്പ ചെയ്യണം എന്നൊക്കെ. അതുപോലെ ഒരേ സമയം 2, 4, 4 അമ്പ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ബാഹുബലിയിൽ. അതുപോലെ നമ്മൾ സവ്യേന വാമേന എന്ന് പറയുമ്പം 2 കൈയും ചേർത്ത്, അതായത് വലത്തും ഇടത്തും ഈ 2 കൈയും ചേർത്ത് ഹസ്തേനാപി, അങ്ങനെ 2ഉം ചെയ്തിട്ട് നമ്മൾ അമ്പ ചെയ്യാൻ കഴിയുള്ള ആളാണ് നമ്മുടെ അർജുനൻ. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ആ 2 കൈ കൊണ്ടും അമ്പ ചെയ്യാൻ പറ്റുന്ന ആളെ സവ്യസാചി എന്ന് വിളിക്കുന്നു. സവ്യസാചി എന്നാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സവ്യസാചി എന്നാൽ 2 കൈകളും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. ഈ വാക്ക് പ്രധാനമായും അർജുനനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അയാൾക്ക് ഇടത് വലത് കൈകൾ കൊണ്ട് ഒരുപോലെ അമ്പ ചെയ്യാൻ സാധിക്കുമായിരുന്നു. കൂടാതെ ഏതെങ്കിലും കാര്യത്തിൽ അതീവ വൈദഗ്ധ്യമുള്ള ഒരാളെ വിശേഷിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ സവ്യസാചി എന്ന് പറയുമ്പോൾ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ സാച്ചി, സവ്യസാചി എന്ന് പറയുമ്പോൾ സച്ചതി, നമുക്ക് സച്ച സന്ധാന, നമുക്ക് അമ്പ ചെയ്യാൻ കഴിവുള്ള, 2 കൈ കൊണ്ട് അമ്പ ചെയ്യാൻ കഴിവുള്ള ഒരു ആളാണ് സവ്യസാചി എന്ന കാര്യം മനസ്സിലാക്കുക. റെഡി? അപ്പൊ നമ്മുടെ പ്രവേശകത്തിലേക്ക് പോവാണ്. അർജുനൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. 2 കൈ കൊണ്ടും അമ്പ ചെയ്യാൻ കഴിവുള്ളവൻ. പ്രവേശകം നോക്കൂ. സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശു പുച്ഛ വിഷാണഹീന. സാഹിത്യ സംഗീത കലാവിഹീന. സാഹിത്യം, സംഗീതം, കല, ഇത് 3ഉം വിഹീനനായിട്ടുള്ളവൻ, ഇത് 3ഉം ഇല്ലാത്തവൻ. വിഹീനം എന്ന് പറഞ്ഞാൽ അതില്ലാത്തവൻ, ഹീനമായ, അതില്ലാത്ത
അപ്പം സാഹിത്യം ഇല്ലാത്ത മനുഷ്യൻ, സംഗീതം ഇല്ലാത്ത മനുഷ്യൻ, കല ഇല്ലാത്ത മനുഷ്യൻ. നിങ്ങൾക്ക് കലാപരമായ എന്തെങ്കിലും കഴിവുണ്ടോ, നിന്നെ 4 പേര് അറിയുമോടാ എന്നൊക്കെ ചോദിക്കില്ലേ? അതുപോലെ സാഹിത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഒരു എന്താ പറയുക, ഒരു കഷ്ണം പേപ്പർ പോലും വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആ മനുഷ്യൻ, ഒരു പാട്ട് പോലും കേൾക്കാത്ത ഒരു മൊരടനായിട്ടുള്ള ഒരു മനുഷ്യൻ കല എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാനോ അത് കേൾക്കാനോ ഒന്നും, അങ്ങനത്തെ ചില ആൾക്കാരുണ്ടല്ലേ. കല എന്തും കലയാവും. തമാശ കേട്ടാലും ചില ആൾക്കാർ ചിരിക്കൊന്നുമില്ല. എന്തെങ്കിലും വലിയ നല്ലൊരു തമാശ കേട്ടാൽ നമ്മളൊക്കെ ചിരിച്ചു മരിക്കും. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. ചിരിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ശരിക്കും ചില ആൾക്കാർ നല്ല തമാശ കേട്ടാൽ ചിരിക്കാൻ പോലും അറിയാത്ത പൊട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അതുപോലെ ഒരു പാട്ട് കേൾക്കാത്ത പൊട്ടന്മാരുണ്ട്, പാട്ട് കേൾക്കരുത് എന്ന് പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ട് കേൾക്കാത്തവൻ, കല ആസ്വദിക്കാൻ കഴിവില്ലാത്തവനും, കലയായിട്ടൊരു ബന്ധമില്ലാത്തവനും, സാഹിത്യം വായിക്കുക, ലിറ്ററേച്ചർ എന്ന് പറയുന്ന സാധനമായിട്ട് ഒരു ബന്ധമില്ല, പുസ്തകം കൈകൊണ്ടോട്ടുണ്ടാവില്ല, ഇവരൊക്കെ കണക്കാ. ഇവരൊന്നും മനുഷ്യന്മാരെ അല്ല. ഇവരെ എങ്ങോട്ടാ കൂട്ടുന്നത്? സാക്ഷാത്ത് പശുഹു. അവര് സാക്ഷാത്ത് ശരിക്കും അവരെന്താണ്? പശുഹു ആണ്, മൃഗങ്ങളാണ്. എന്താ, മൃഗങ്ങളും വളരെ നല്ല ആൾക്കാരാണ്. പക്ഷെ എന്ത് മൃഗമാണ്? പുച്ഛവിഷാണഹീനഹ. പുച്ഛം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിലെ പുച്ഛമല്ല, ശരിക്കും സംസ്കൃതത്തിലെ പുച്ഛം എന്ന് പറഞ്ഞാൽ വാലാണ്. അപ്പോൾ പുച്ഛവും വിഷാണവും ഇല്ലാത്ത, വിഷാണം എന്ന് പറഞ്ഞാൽ കൊമ്പ്. അപ്പോൾ കൊമ്പും വാലും ഇല്ലാത്ത, വാലും കൊമ്പും ഇല്ലാത്ത മൃഗത്തിന് പോലെയാണ് സംഗീതവും സാഹിത്യവും കലയും ഇല്ലാത്ത മനുഷ്യൻ. നമുക്ക് സാഹിത്യവും സംഗീതവും കലയും ഇല്ലാത്തവൻ, വാലും കൊമ്പും ഇല്ലാത്ത സാക്ഷാത് മൃഗതുല്യനാണ്. സാക്ഷാത്ത് എന്നാണ് പറയാം കേട്ടോ, സാക്ഷാൽ അല്ല. സാക്ഷാൽ എന്നൊരു വാക്കില്ല, സാക്ഷാത്ത് എന്ന് തന്നെ പറയണം. ഓക്കെ. അപ്പോൾ എൻ്റെ മോഹം സാക്ഷാത്കരിച്ചു. സാക്ഷാൽ ഗുരുവായൂരപ്പനല്ല, സാക്ഷാത്ത് ഗുരുവായൂരപ്പൻ. അപ്പം സാക്ഷാത്ത് മൃഗതുല്യനാണ് ഇവൻ. ശരിക്കും എന്താ പറയുക, വിസിബിൾ, എന്താ പറയുക, സിമിലർ ടു ആൻ ആനിമൽ. ഏത് ആനിമൽ? ആനിമൽ എന്ന് പറഞ്ഞാൽ അതിനൊരു കൊമ്പോ വാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ കൊമ്പും വാലും ഒന്നും ഇല്ലാത്ത മൃഗത്തിന് തുല്യമാണ് സംഗീതം സാഹിത്യം ഇല്ലാത്ത മനുഷ്യൻ എന്നൊരു കവിത നമ്മൾ അവിടെ വായിക്കുന്നു. നമ്മളിത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് ശ്രുതം വാ, നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? യൂയം സർവേ കലാകാരാഹ ആസ്വാദകാഹ ച ഖലു. നിങ്ങളെല്ലാവരും കലാകാരന്മാരും ആസ്വാദകരുമല്ലേ? കലാപരമായ എന്തെങ്കിലും കഴിവുണ്ടോട്ടാ നിനക്ക്? നിന്നെ 4 പേര് അറിയുമോടാ അല്ലേ? അതുപോലെ യൂയം സർവേ കലാകാരാഹ ആസ്വാദകാഹ ച ഖലു. നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പാട്ട് പാടുന്നവരുണ്ടാവും, സംസ്കൃതത്തിൽ സമസ്യാപൂരണത്തിന് പങ്കെടുക്കുന്നവരുണ്ടാവും, അക്ഷരശ്ലോകത്തിന് പങ്കെടുക്കുന്ന. എൻ്റെ എക്സാമിനറിലെ മക്കളെല്ലാം കലാകാരന്മാരാണ് അല്ലെ, കലാകാരികളാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളൊക്കെ കലാകാരാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? സംസ്കൃത കോമ്പറ്റീഷൻസിന് കൂടുന്നു അല്ലേ? അക്ഷരശ്ലോകം, കഥകളി, ചാക്യാർകൂത്ത്, എന്തൊക്കെ കോമ്പറ്റീഷൻസ് ഉണ്ട് എല്ലാത്തിനും കൂടുന്നുണ്ട്. കവിതാലാപനത്തിന് കൂടുന്നുണ്ട്, കവിതാ രചനയ്ക്ക് കൂടുന്നുണ്ട് അല്ലേ? സമ്മാനങ്ങൾ വാരിക്കൂരി കൂടുന്നു. അപ്പോൾ എൻ്റെ മക്കളൊക്കെ അടിപൊളിയാണ്. കലോത്സവ വേദികാസു കൂട്ടിയാട്ടം, ചാക്യാർകൂത്ത് ഇത്യാദി കലാരൂപാണി ഭവദ്ഭിഹി ദ്രഷ്ടും ശക്യതേ. കലോത്സവ വേദികാസു, കലോത്സവ വേദികളിൽ കൂടിയാട്ടം നിങ്ങൾക്കറിയാം ഒരു കലാരൂപമാണ്. നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ പേരിട്ട കലാരൂപമാണ് അല്ലെ. അതുപോലെ ചാക്യാർകൂത്ത് ഇത്യാദി കലാരൂപാണി, മുതലായ കലാരൂപങ്ങൾ ഭവദ്ഭിഹി ദ്രഷ്ടും ശക്യത, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റേജിൽ കൂടിയാട്ടം കാണാൻ പറ്റും, ചാക്യാർകൂത്ത് കാണാൻ പറ്റും. കുട്ടികൾ അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. കലോത്സവത്തിനൊക്കെ പോകണം കേട്ടോ. ചാക്യാർകൂത്ത് കലാരൂപേ കാഹ കഥാഹ ഉപയുജ്യന്തേ. ചാക്യാർകൂത്തിൽ ഏത് വിധത്തിലുള്ള കഥകളാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നൊരു ചോദ്യമാണ്. നിങ്ങളത് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രവേശകം കഴിഞ്ഞാൽ ആമുഖമുണ്ടോ? ആമുഖമുണ്ട്. നമുക്ക് ആമുഖം വായിച്ചിട്ട് മീനിങ് പറയാം. കേരളദേശ വിവിധൈഃ കലാരൂപൈഃ സമ്പന്നഃ ഭവതി. ലളിതകലാഃ ശാസ്ത്രീയകലാഃ ച കലാ കേരളസ്യ ഗരിമാനാം പ്രകടയന്തി. കഥകളി, ചാക്യാർകൂത്ത്, കൂട്ടിയാട്ടം, കൃഷ്ണനാട്ടം ഇത്യാദീനി ശാസ്ത്രീയകലാരൂപാണി ഭവന്തി. एतासां कलानां बहुशतवर्षीया पौराणिकता अस्ति. एतासु प्रमुखं चाक्यार्कूत् कलारूपं हास्यरसप्रधानं भवति. इदं कलारूपम् आदौ मन्दिराणां कूतम्पलेषु अवतार्यते स्म. नाट्यशास्त्रस्य मार्गनिर्देशानुसारमेव भवति चाक्यार्कूत् कलारूपस्य आख्यानम्. अस्य कलारूपस्य साहित्यं प्रबन्धः इति कथ्यते. तस्य चम्पूकाव्यमिति नामान्तरम् अस्ति. प्रबन्धकारेषु भोजः, मेल् पुत्तूर् नारायण भट्टपादः च प्रसिद्धौ भवतः. केरलेषु नैकाः प्रबन्धाः विरचिताः सन्ति. अस्मिन् पाठभागे मेल् पुत्तूर् नारायण भट्टपादेन विरचितात् किरात प्रबन्धात् केचन श्लोकाः दीयन्ते. അപ്പോൾ ആ മുഖം നമ്മൾ വായിച്ചു. എന്താ പറയുന്നത്? കേരള ദേശः വിവിധൈഹി കലാരൂപൈഹി സമ്പന്നഃ ഭവതി. കേരളത്തില് വിവിധ കലാരൂപങ്ങളുണ്ട്. അപ്പൊ കേരളദേശം വിവിധ കലാരൂപങ്ങളാൽ സമ്പന്നമാണ്. ലളിതകലാഹ ശാസ്ത്രീയകലാഹ ച കലാ കേരളസ്യ ഗരിമാനം പ്രകടയന്തി. ലളിതമായ നാടൻ ലളിത കലകളും അതുപോലെ ക്ലാസിക്കൽ ആയിട്ടുള്ള ശാസ്ത്രീയ കലകളും നമ്മുടെ കലാ കേരളത്തിന്റെ സമ്പത്താണ്. ലളിത കലകളും ശാസ്ത്രീയ കലകളും കേരളത്തിന്റെ കലാഘനതയെ പ്രകടിപ്പിക്കുന്നു, നമ്മുടെ കലാ ഗരിമയെ പ്രകടിപ്പിക്കുന്നു. കഥകളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം ഇത്യാദീനി ശാസ്ത്രീയ കലാരൂപാണി ഭവന്തി. കഥകളിയും കൂടിയാട്ടവും
കൃഷ്ണനാട്ടം ഒക്കെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്, നാടൻ കലാരൂപങ്ങൾ എന്നല്ല. അതൊക്കെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള കലാരൂപങ്ങളാണ്. ഏതാനാം കലാസാം ബഹുശതവർഷീയ പൗരാണികതാസ്തി. ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ 100 വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. കഥകളി, ചാക്യാർകൂത്ത്, കൂട്ടിയാട്ടം, കൃഷ്ണനാട്ടം എന്നിവ ശാസ്ത്രീയ കലാരൂപങ്ങളാണ്, ക്ലാസിക്കൽ ഡാൻസ് ഫോംസ്, ആർട്ട് ഫോംസ് ആണ്. ഈ കലകളിൽ വളരെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പുരാതന പരമ്പരയുണ്ട്. നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇത് പണ്ടേ ഉള്ള കലാരൂപങ്ങളാണെന്ന് മനസ്സിലാവും. അപ്പോൾ വളരെ ട്രഡീഷൻ, ആൻഷ്യന്റ് ആയിട്ടുള്ള കലാരൂപങ്ങളാണ്. അതിന് അതിൻ്റെതായ ക്ലാസിസിസം ഉണ്ട്. ഏതാസു പ്രമുഖം ചാക്യാർകൂത്ത് കലാരൂപം ഹാസ്യരസ പ്രധാനം ഭവതി. ഇങ്ങനെയുള്ള കലാരൂപങ്ങളിൽ ഒരു ക്ലാസിക്കൽ ഫേമസ് ആയിട്ടുള്ള കലാരൂപമാണ് ചാക്യാർകൂത്ത്. ഇവയിൽ പ്രധാനമായത് ചാക്യാർകൂത്ത് എന്ന കലാരൂപമാണ്. ഇത് ഹാസ്യരസപ്രധാനമാണ്. എന്താണ് ഹാസ്യരസപ്രധാനം? കോമിക്, തമാശ, കോമഡി അല്ലേ? നമുക്ക് കാണുമ്പോൾ തമാശ തോന്നുന്ന, ചിരി വരുന്ന, ആക്ഷേപഹാസ്യം, കളിയാക്കൽ. നിങ്ങൾ ചോക്ലേറ്റ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ മക്കളെ, പൃഥ്വിരാജിന്റെ? അപ്പോൾ സ്റ്റേജിൽ നമ്മുടെ രാജൻ പി ദേവ് എന്ന് പറയുന്ന ആക്ടർ അയാളുടെ മകളെ തപ്പി കോളേജിൽ വരുമ്പോൾ സ്റ്റേജിൽ കലോത്സവം നടക്കുക, അപ്പോൾ ചാക്യാർകൂത്ത് നടക്കുക. അപ്പോൾ സ്ത്രീജനങ്ങൾക്കിടയിൽ ആ വിദ്വാൻ എന്താ കാര്യം, ഒത്തു വന്നാൽ ഒരു സ്പർശന സുഖം അല്ലേ, ഭാഷകളെ എന്ന് പറയുന്നില്ലേ, അതാണ് ചാക്യാർകൂത്ത്. അപ്പൊ ചാക്യാർ ഇങ്ങനെ ആ നാട്ടുകാരെ മുഴുവൻ നോക്കി നാട്ടുകാരുടെ ഇടയിലേക്ക് നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും കോമഡി ഉണ്ടാക്കുകയും നടന്നു പോകുന്ന, എണീറ്റ് പോകുന്ന ആൾക്കാരെ കളിയാക്കുകയും കഥയിലെ കഥാപാത്രങ്ങളെ ആ കാണുന്ന ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ച് തമാശ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ചാക്യാരുടെ പണി. അപ്പോ രാജൻ പി ദേവ് എന്താ പറയുന്നത്, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് മതി ആ കഥകളിക്കാരനും കൊടുത്തേക്ക് 2 എണ്ണം എന്നല്ലേ. അത് കഥകളിയല്ല, അത് ചാക്യാർകൂത്താണ്. ഓക്കെ, അപ്പോൾ ഹാസ്യരസ പ്രധാനമാണ് നമ്മുടെ ചാക്യാർകൂത്ത് എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഇതം കലാരൂപം ആദവ് മന്ദിരാണാം കൂത്തം പ്ലേഷു അവതാര്യതേസ്മ. ആദ്യം ഈ കഥകളി, ഈ ചാക്യാർകൂത്ത് തുടങ്ങിയത് അമ്പലങ്ങളിലാണ് കേട്ടോ. ഈ കലാരൂപം തുടക്കത്തിൽ ക്ഷേത്രങ്ങളുടെ കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട്. നാട്യശാസ്ത്രസ്യ മാർഗനിർദ്ദേശാനുസാരം ഏവ ഭവതി ചാക്യാർകൂത്ത് കലാരൂപസ്യ ആഖ്യാനം. മക്കളെ, നിങ്ങൾക്കറിയാമല്ലോ ഈ ഡാൻസ് കലാരൂപങ്ങളായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഈ എന്താണ് നാട്യശാസ്ത്രം ബേസ് ചെയ്തിട്ടാണ്. ആരാണ് നാട്യശാസ്ത്രം എഴുതിയത് പറഞ്ഞേ, എന്റെ മക്കൾക്കറിയോ? നാട്യശാസ്ത്രം എഴുതിയത് ആരാ? അതന്നെ, ഭരതമുനി അല്ലെ. ഭരതമുനി ഒരു കളം വരച്ചു. അപ്പോ ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം അല്ലെ? അപ്പൊ ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയത്. ഈ നാട്യശാസ്ത്രത്തിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ചാക്യാർകൂത്ത് നടക്കുന്നത്. എല്ലാ ഡാൻസ് ഫോമും ഒക്കെ ആ ഒരു ഭരതമുനിയുടെ നാടകത്തിൻ്റെത് ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ടുള്ളത് നാട്യശാസ്ത്രം തന്നെയാണ്. അസ്യ കലാരൂപസ്യ സാഹിത്യം പ്രബന്ധ ഇതി കഥ്യത്തെ. അപ്പോ ചാക്യാർകൂത്ത് നാടകശാസ്ത്രത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ചാക്യാർകൂത്തിന്റെ ആഖ്യാനം രൂപം പിടിച്ചിരിക്കുന്നത്. ഈ കലാരൂപത്തിന്റെ സാഹിത്യം പ്രബന്ധം എന്ന് വിളിക്കുന്നു. അപ്പോൾ ചാക്യാർകൂത്തിന്റെ സാഹിത്യത്തിനെ വിളിക്കുന്ന പേരാണ് പ്രബന്ധം. ഓക്കെ, പ്രബന്ധം എന്ന് വിളിക്കുന്നതാണ് ചാക്യാർകൂത്തിന്റെ സാഹിത്യത്തിനെയാണ്. തസ്യ ചമ്പൂ കാവ്യമിതി നാമാന്തരമസ്തി. അപ്പൊ ഈ പ്രബന്ധത്തിന് വേറൊരു, ചാക്യാർകൂത്ത് നടക്കുന്ന സാഹിത്യത്തിന് വേറൊരു പേര് വിളിക്കും ചമ്പൂ കാവ്യം. നിങ്ങൾക്കറിയാം ചമ്പൂ എന്ന് പറഞ്ഞാൽ ഗദ്യപദ്യമിയം അല്ലെ, ഗദ്യപദ്യ മിശ്രമാണ് ചമ്പൂ. അതിൽ പ്രോസും ഉണ്ടാവും, പാട്ടും ഉണ്ടാവും, ഗദ്യം ഉണ്ടാവും, അതായത് സോങ് ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും. ഇത് മിക്സ് ആക്കിയിട്ട് ഗദ്യപദ്യ മിശ്രമായിട്ടുള്ളതാണ് ചമ്പൂ. പ്രബന്ധകാരേഷു. അപ്പൊ ഈ ചാക്യാർകൂത്ത് എഴുതുന്ന അല്ലെ, ചാക്യാർകൂത്തിന്റെ ബുക്കിന് എന്താ പറയാ, അതിന്റെ ലിറ്ററേച്ചറിന്, സാഹിത്യത്തിന് പ്രബന്ധം എന്നാണ് പറയാം. സിനിമയുടെ ലിറ്ററേച്ചറിന് തിരക്കഥ എന്നാണ് പറയാം അല്ലെ. ഫിലിമിന്റെ സാഹിത്യത്തിന് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ചാക്യാർകൂത്തിന്റെ സ്ക്രിപ്റ്റിന് എന്താ വിളിക്കുക, പ്രബന്ധം. ഈ പ്രബന്ധം എഴുതുന്ന പ്രബന്ധകാരന്മാരിൽ ഫേമസ് ആയ ഒരാളാണ് ഭോജഹ. ഒരാളുടെ പേരെന്താണ്, ഭോജഹ. രണ്ടാമത്തെ ആളാണ് മേൽപുത്തൂർ. പുത്തൂരാണ് കേരളത്തിൽ എല്ലാവരും തെറ്റിച്ചിട്ട് മേൽപത്തൂർ എന്ന് പറയും. മേൽപത്തൂർ എന്നൊരു വാക്കില്ല, അത് ശരിയല്ല. ആ കവിയുടെ പേരെന്താണ്, മേൽപുത്തൂർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ അവിടെ മേൽപത്തൂർ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അത് ഇപ്പം അവർക്ക് ബുദ്ധി വന്നിട്ട് അവരെന്ത് ചെയ്തു, പേര് മാറ്റി കറക്റ്റായിട്ട് മേൽപുത്തൂർ എന്ന് എഴുതി. 2 കൊല്ലം മുമ്പ്, കഴിഞ്ഞ കൊല്ലം വരെ മേൽപത്തൂർ എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം യേശുദാസിന്റെ ഒക്കെ പഴയ പാട്ടുണ്ട്, മേൽപത്തൂർ കൂപ്പിയ വേദാന്ത സാരം എന്നൊക്കെ പറഞ്ഞ നവകാഭിഷേകം എന്ന് പറയുന്ന പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മേൽപത്തൂർ എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞും കേട്ടും അതങ്ങ് എല്ലാവർക്കും ഉറച്ചുപോയ തെറ്റാണ്. ശരിക്കും നാരായണ ഭട്ടതിരി നാരായണീയം എഴുതിയ ആ കവിയുടെ പേരെന്താണ്, മേൽപുത്തൂറാണ്. പൂ എന്ന് വേണം കേട്ടോ, പത്തൂരല്ല പുത്തൂർ. അപ്പം മേൽപുത്തൂർ, നാരായണ ഭട്ടപാദൻ, അതുപോലെ ഭോജൻ, ഇവർ രണ്ടും ചാക്യാർകൂത്ത് പ്രബന്ധങ്ങളിൽ ഫേമസ് ആയ ആളാണ്. കേരളേഷു നൈകേ പ്രബന്ധാഹ വിരചിതാഹ സന്ധി. അപ്പം കേരളത്തിൽ അനേകം പ്രബന്ധങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ ചാക്യാർകൂത്ത് പോലത്തെ പ്രബന്ധങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അസ്മിൻ പാഠഭാഗെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ആരുടെ പ്രബന്ധം പഠിക്കുന്നത്, മേൽപുത്തൂർ നാരായണ ഭട്ടപാദ വിരചിത കിരാത പ്രബന്ധാത് കേജന ശ്ലോക. അപ്പൊ മേൽപുത്തൂർ ഭട്ടപാദർ എഴുതിയ, നാരായണൻ എഴുതിയ കിരാത പ്രബന്ധം എന്ന് പറയുന്ന
ചാക്യാർകൂത്ത് ചമ്പൂലെ കുറച്ച് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സവ്യസാചി. ഈ സവ്യസാചി എടുത്തിരിക്കുന്നത് കിരാത പ്രബന്ധം. കിരാത പ്രബന്ധം എന്താണ്? ചാക്യാർ കൂത്താണ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ചാക്യാർ കൂത്ത് കേട്ടോ. അത് ചമ്പു ആണ്. ഗദ്യവും പദ്യവും ഉണ്ടാവും. ക്ലിയർ? ഇത് എഴുതിയതാരാണ്? മേൽ പുത്തൂർ. ശരി. അപ്പം മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ കിരാത പ്രബന്ധം എന്ന് പറയുന്ന ചാക്യാർ കൂത്തിലെ ഒന്നാമത്തെ പോർഷനിലേക്ക് നമുക്ക് പോകാം. ദ്യൂതക്രീഡായാം പരാജിതാഃ പാണ്ഡവാഃ ചതുർദശ വർഷാണി യാവത് വനവാസായ ഗതാഃ. ദ്യൂതക്രീഡ, ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി. ദ്യൂതക്രീഡ, ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ്? കളി. അപ്പൊ ദ്യൂതക്രീഡയില്, ചൂതുകളിയിൽ പരാജിതാഹ, ചൂതുകളിയിൽ പരാജയപ്പെട്ട പാണ്ഡവാഹ, പാണ്ഡവന്മാർ. ആരൊക്കെയാ പാണ്ഡവന്മാര്? 5 പേരുണ്ടല്ലേ. അർജുനൻ, ഭീമൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ. ഈ 5 പാണ്ഡവന്മാര് ചതുർദശ വർഷാണി, ചതുർദശ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 14 വർഷത്തേക്ക് യാവത്ത് വനവാസായ ഗതാഹ, വനവാസത്തിന് പോയി, കാട്ടിലേക്ക് പോയി. നിങ്ങൾക്കറിയാലോ മഹാഭാരതത്തിൽ എന്താ സംഭവിച്ചതെന്ന്. ഇവർ ചൂതുകളിക്ക് പോവും, ചൂതുകളിൽ പലതും പണയം വെക്കും. ഭാര്യയെ പാഞ്ചാലിയെ പണയം വെക്കും, രാജ്യം പണയം വെക്കും, എല്ലാം പണയം വെച്ച് അവരവസാനം ശകുനിയുടെ പകിട 12 കള്ളപ്പകിടയിൽ തോറ്റിട്ട് ഇവര് കാട്ടിലേക്ക് പോകും. തോറ്റു കഴിഞ്ഞാൽ കാട്ടിൽ പോകണം എന്നുള്ള ബെറ്റ് വെക്കും. അങ്ങനെ ബെറ്റ് വെക്കുന്ന ചൂത്, പന്തയം വെക്കുന്ന കളിയാണ് ചൂതുകളി, പകിട കളി. അപ്പൊ പകിട കളിയിൽ തോറ്റിട്ട് ഇവര്, ചൂതുകളി തോറ്റിട്ട് ഇവര് അങ്ങോട്ട് പോകും, കാട്ടിലേക്ക് പോകും. വനവാസം 14 വർഷം, ഒരു 1-2 ആഴ്ച അല്ല കേട്ടോ, 14 years. അങ്ങനെ ഇവർ താമസിക്കുന്ന ദ്വൈതവനേ വസൻ യുധിഷ്ഠിരഃ ശിവാത് പാശുപതാസ്ത്രലാഭായ തപഃകരണായ അർജുനം പ്രേരിതവാൻ. ഇവർ എന്ത് ചെയ്തു? ദ്വൈതവനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കെ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ശിവന്റെ പാശുപതാസ്ത്രം ലഭിക്കാൻ വേണ്ടിയിട്ട് തപഃകരണായ, തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അർജുനം പ്രേരിതവാൻ. ആരെ പ്രേരിപ്പിച്ചു? അർജുനനെ പ്രേരിപ്പിച്ചു. ആര്? യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ തന്റെ ബ്രദറായ അർജുനനോട് എന്ത് പറഞ്ഞു? അർജുന, നീ പോയിട്ട് നമ്മുടെ ശിവനെ അല്ലെ, മഹാദേവനെ പൂജിക്കുക, തപസ് ചെയ്യുക. എന്നിട്ട് മഹാദേവന്റെ കയ്യിലുള്ള പിന്നെ പാശുപതാസ്ത്രം നീ സ്വന്തമാക്കുക. നല്ല ഏട്ടൻ തന്നെ അല്ലെ, കഷ്ടപ്പെട്ട് തപസ് ചെയ്യുന്ന അനിയനെ പറഞ്ഞു വിടണോ? അങ്ങനെയല്ല, അർജുനന്റെ തപശക്തി പിന്നെ നമ്മുടെ യുധിഷ്ഠിരൻ അറിയാം. അപ്പൊ അർജുനന്റെ തപസ്സിന്റെ ആ ഒരു വീര്യം, തപശക്തിയും ഒക്കെ വീര്യമൊക്കെ ഉള്ളത് കൊണ്ട് അർജുനനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, ബ്രോ നീ പോയിട്ട് എന്ത് ചെയ്യാ? ശിവേട്ടനെ തപസ് ചെയ്യുക അല്ലെ, മഹാദേവനെ തപസ് ചെയ്യുക. അപ്പോൾ ശിവൻ എന്ത് തരും? നിനക്ക് പാശുപതാസ്ത്രം തരും. അപ്പോൾ മക്കളെ, അത് അത്രയും മനസ്സിലായല്ലോ. ദ്വൈതവനത്തിൽ പാർത്തുകൊണ്ടിരിക്കെ യുധിഷ്ഠിരൻ ശിവനിൽ നിന്നും പാശുപതാസ്ത്രം ലഭിക്കേണ്ടതിനായി അർജുനനെ തപസ്സിനെ പ്രേരിപ്പിച്ചു. റെഡി? ശിവാരാധനേ വ്യാപൃതം തപശ്ചരന്തം അർജുനം വർണ്ണയതി. അപ്പൊ ശിവനെ ആരാധിച്ചുകൊണ്ട് തപസ്സിൽ മുഴുകിയ അർജുനനെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ശിവാരാധനയിൽ മുഴുകി തപസ് ചെയ്യുന്ന അർജുനനെ കുറിച്ച് കവി മേൽപുത്തൂർ നാരായണ ഭട്ടപാദരി ഇങ്ങനെ നമുക്ക് വിവരണം തരികയാണ്. എങ്ങനെയാണ് വിവരണം തരുന്നത്? ഗുരോരനുജ്ഞാമധിഗമ്യ ഭൂയഃ സമേത്യ കൈലാസഗിരേഃ സമീപം ഹരം സമാരാധയിതും യതാത്മാ ധനഞ്ജയസ്തത്ര തപശ്ചകാര. എന്താ പറയുന്നത്? ഗുരോരനുജ്ഞാം അധിഗമ്യ, ഗുരോഹോ അനുജ്ഞാം അധിഗമ്യ. ഗുരുവിന്റെ, ഗുരു എന്ന് പറയുമ്പം ഇവിടെ മുനി വേദവ്യാസനാണ്, അവരുടെ വ്യാസഗുരുവിന്റെ എന്നൊരർത്ഥം എടുത്താൽ മതി. ഗുരു ദ്രോണര് ഗുരുവാണ്, ഇവിടെ ഏട്ടൻ യുധിഷ്ഠിരനും ഗുരു തന്നെയാണ്. അപ്പൊ ഗുരുവിന്റെ അനുജ്ഞ, വേദവ്യാസന്റെ അനുജ്ഞ എന്ന രീതിയിൽ എടുക്കാം. ഗുരുവിന്റെ അനുമതി നേടിയിട്ട്, ഗുരുവിന്റെ അനുവാദം നേടിയിട്ട്. ഗുരു, ദ്രോണർ, വ്യാസൻ, ഭീഷ്മ പിതാമഹൻ, ഏട്ടൻ എല്ലാവരും ഗുരു തന്നെയാണ് അല്ലേ. അപ്പോൾ ഗുരുവിൻ്റെ അനുമതി നേടിയിട്ട്, ഗുരോഹോ അനുജ്ഞാം അധിഗമ്യ, ഗുരുവിൻ്റെ അനുവാദം നേടിയിട്ട് ആജ്ഞ അനുസരിച്ച് ധനഞ്ജയസ്തത്ര, ധനഞ്ജയ തത്ര തപശ്ചകാര, തപഃ ചകാര. എങ്ങനെ? ഭൂയഃ സമേത്യ കൈലാസഗിരേ സമീപം, വീണ്ടും യാത്ര തിരിച്ച് കൈലാസ പർവ്വതത്തിന് അടുത്തെത്തി. തപസ് ചെയ്യണ്ടേ ശിവനെ? അപ്പോൾ കൈലാസത്തിലാണ് ആരിയിരിക്കുന്നത്? കൈലാസ ശൈലത്തിൽ വാഴുന്ന നീ കഥനങ്ങൾ തീർക്കുവാൻ എഴുന്നള്ളണേ അല്ലെ. ആരാണ് കൈലാസത്തിൽ താമസിക്കുന്നത്? ആരാണ്? ശ്രീരാമനോ? കൈലാസില്
ശിവനാണ് താമസിക്കുന്നത് അല്ലെ, മഹാദേവൻ. അപ്പം കൈലാസത്തിന്റെ അടുത്ത് പോയിട്ട് കൈലാസഗിരേഹേ സമീപം, കൈലാസഗിരിയുടെ പർവ്വതത്തിന്റെ അടുത്ത് പോയിട്ട് ഹരം സമാരാധയിതും, ഹരം ശിവനെ, ഹരം എന്ന് പറഞ്ഞാൽ ശിവനെ സമാരാധയിതും ആരാധിക്കുന്നതിനായി യഥാത്മാ ചിത്ത നിയന്ത്രണം നേടിയ അർജുനൻ ധനഞ്ജയൻ, അർജുനന്റെ പേരാണ് ധനഞ്ജയൻ, ധനഞ്ജയനായ അർജുനൻ അവിടെ തീവ്രമായ തപസ് ചെയ്തു, തപസ്ചകാര, അവിടെ തീവ്രമായ തപസ് ചെയ്തു. കൈലാസഗിരേഹ എന്നുള്ളത് മുറിക്കുന്നത് വിഗ്രഹം എങ്ങനെയാണ്? കൈലാസ ഇതി ഗിരിഹി, കൈലാസഗിരിഹി തസ്യ. അപ്പൊ കൈലാസഗിരിയുടെ, കൈലാസം എന്ന പർവ്വതം അതിന്റെ, കൈലാസ പർവ്വതത്തിന്റെ. അപ്പൊ കൈലാസ പർവ്വതത്തിന്റെ അടുത്ത് പോയിട്ട് ശിവനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്നിങ്ങനെ അർജുനൻ വളരെ 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 നല്ല ആനന്ദത്തിൽ എന്താ പറയുക ഏകാഗ്രചിത്തതയോടെ തപസ് ചെയ്തു അല്ലെ. ആ ഓംകാരം ഇങ്ങനെ ശിവമന്ത്രം ഇങ്ങനെ കൃത്യമായിട്ട് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് കൃത്യമായിട്ട് ഉച്ചരിച്ച് ഈ പഞ്ചാക്ഷരി മന്ത്രം നമഃ ശിവായ, ഈ പഞ്ചാക്ഷരി മന്ത്രം 5 അക്ഷരമുള്ള ഈ മന്ത്രം ഇങ്ങനെ ചൊല്ലി 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 അർജുനൻ മഹാദേവനെ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത ആ ശ്ലോകത്തിന്റെ പദവും പദാർത്ഥവുമാണ് കൊടുത്തിരിക്കുന്നത്. ഭൂയഹ എന്ന് പറഞ്ഞാൽ പുനഃ, വീണ്ടും. ഗുരോഹോ എന്ന് പറഞ്ഞാൽ ഗുരു ജനസ്യ, ഗുരുക്കന്മാരുടെ, ഗുരുജനത്തിന്റെ. അനുജ്ഞാം അനുമതി, അധിഗമ്യ, അനുമതി പറഞ്ഞാൽ അനുവാദം, അധിഗമ്യ സംപ്രാപ്യ ലബ്ധ്വ നേടിയിട്ട് കിട്ടിയിട്ട്. യഥാത്മാ നിയതചിത്ത എന്ന് വെച്ചാൽ ചിത്തത്തെ നിയന്ത്രിച്ചവൻ, നിയതചിത്ത മനസ്സിനെ കൺട്രോൾ ചെയ്തവൻ. ധനഞ്ജയ അർജുനൻ. കൈലാസഗിരേഹേ കൈലാസപർവ്വതസ്യ, കൈലാസപർവ്വതത്തിന്റെ. സമീപം സകാശം അതിന്റെ അടുത്ത്. സമേത്യ പ്രാപ്യ എത്തിയിട്ട്, പ്രാപിച്ചിട്ട്. ഹരം ശിവം ശിവനെ. സമാരാധയിതും ഉപാസിക്കാൻ വേണ്ടിയിട്ട്, ആരാധിക്കാൻ വേണ്ടിയിട്ട്. തത്ര അവിടെ. തപശ്ചകാര തത്ര തപഃ അനുഷ്ഠിതവാൻ, അവിടെ പോയി തപസ് അനുഷ്ഠിക്കാൻ അനുഷ്ഠിച്ചു. ഗുരുവിന്റെ അനുമതി നേടിയിട്ട് യമനിയമങ്ങൾ പാലിച്ച് മനസ്സിനെ നിയന്ത്രിച്ച അർജുനൻ കൈലാസപർവ്വതത്തിന്റെ അടുത്ത് സമീപമെത്തി ശിവനെ ആരാധിക്കുന്നതിനായി അവിടെ തപസ് ചെയ്തു. അപ്പോൾ യഥാത്മാ എന്ന് പറയുമ്പോൾ നിയതചിത്ത എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. നിയതചിത്ത എന്ന് പറഞ്ഞാൽ ചിത്തത്തെ നിയന്ത്രിച്ചവൻ. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ചിത്തവൃത്തി നിരോധ യോഗ ചിത്തവൃത്തി നിരോധ അല്ലെ. യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തവൃത്തിയെ നിരോധിക്കലാണ്. മനസ്സിന്റെ അല്ലെ, നമുക്ക് മനസ്സ് പിടിച്ചാൽ കിട്ടില്ല. മനസ്സ് കുതിര പോലെയാണ്. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. അപ്പോൾ മനസ്സിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു യോഗിയുടെ ലക്ഷണം. ഇപ്പോൾ യോഗയിൽ, അഷ്ടാംഗ യോഗയിൽ 8 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ 1-2 സ്റ്റെപ്പാണ് യമനിയമങ്ങൾ. നമ്മൾ നിയമം എന്ന് പറഞ്ഞാൽ ലൈഫ് വളരെ കൺട്രോളായിട്ട് ചിട്ടയിൽ കൊണ്ടുപോവുക. ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, അനാവശ്യമായ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക, നല്ല വാക്ക് സംസാരിക്കുക, നല്ലത് മാത്രം കാണുക, നല്ലത് കേൾക്കുക, വൃത്തിയോടെയും വെടിപ്പോടെയും നമ്മൾ ശരീരവും മനസ്സും സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ലൈഫിന് ഒരു അടുക്കും ചിട്ടയും വരുന്നത് തന്നെ യമനിയമങ്ങളാണ്. അപ്പം ഈ നിയമം റൂൾ ആൻഡ് കൺട്രോൾ ഒക്കെ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ തപസ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് റെഡി ആയിട്ട് അങ്ങനെ പോവും. മനസ്സിലായോ? അങ്ങനെ അർജുനൻ തപസ് ചെയ്യാൻ തുടങ്ങി. അനന്തരമായി ഗുരുജിയുടെ, വ്യാസമഹർഷിയുടെ അനുമതി നേടിയ അർജുനൻ ഉറച്ച മനസ്സോടെ കൈലാസപർവ്വതത്തിന് സമീപത്തെത്തി അവിടെ പരമേശ്വരനെ, ശിവനെ ആരാധിക്കാനായി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. റെഡി? ഭാവാർത്ഥം. അനന്തരം ജ്യേഷ്ഠസ്യ അനുമതിയും സ്വീകൃത്യ. അപ്പോൾ ഇവിടെ ജ്യേഷ്ഠന്റെ അനുമതി എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗുരു എന്നുള്ളതിന് വ്യാസൻ എന്നുള്ള അർത്ഥം എടുക്കേണ്ട, യുധിഷ്ഠിരൻ എന്നുള്ള അർത്ഥം എടുത്താൽ മതി കേട്ടോ. യുധിഷ്ഠിരൻ. ജ്യേഷ്ഠനാരാണ്? അർജുനന്റെ ജ്യേഷ്ഠനാരാണ്? യുധിഷ്ഠിരൻ. അപ്പോൾ ഗുരു എന്ന് കൊടുത്തെങ്കിലും വലിയ, ഗുരു എന്ന് പറയുമ്പോൾ വലിയ ആളെന്നുള്ള, ഏട്ടൻ എന്നുള്ള അർത്ഥത്തിൽ യുധിഷ്ഠിരൻ. യുധിഷ്ഠിരന്റെ അനുമതി നേടിയ അർജുനൻ പ്രയത്നശാലി അർജുന കൈലാസപർവ്വതസ്യ സമീപം പ്രാപ്യ പരമേശ്വരം ആരാധ്യം തപശ്ചകാര, ആരാധിക്കാൻ വേണ്ടിയിട്ട് തപസ് തുടങ്ങി. ഗിരി എന്ന് പറഞ്ഞാൽ മല അല്ലേ, പർവ്വതം. അദ്രിഗോത്ര ഗ്രാവാചല ശൈലശിലോച്ഛയാഃ. അദ്രിഗോത്ര ഗ്രാവാചല ശൈലശിലോച്ഛയാഃ. ഗിരിയുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഹരഹ സ്മരഹരോ ഭർഗസ്യംബകസ്ത്രിപുരാന്തകഃ. ഭർഗസ്യംബകസ്ത്രിപുരാന്തകഃ. ഹരഹ എന്ന് പറയുമ്പം ഹരിച്ചവൻ. ആര്? സ്മരഹരോ, സ്മരണെ ഹരിച്ചവൻ, കാമദേവനെ ചുട്ടവൻ. ഭർഗസ്യംബക ത്രിപുരാന്തകഃ, ത്രിപുരം ചുട്ടുകരിച്ചവൻ, എല്ലാം കരിച്ചവൻ, ചുട്ട് ഇല്ലാണ്ടാക്കിയവനാണ് ശിവൻ. അപ്പൊ ഹരൻ. ഗിരി എന്ന് പറയുമ്പോൾ അദ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിരി, മലയാണ്. ഗോത്ര ഗിരി, അചലം ഗിരിയാണ്, ശൈലം ഗിരിയാണ്, ശിലോച്ഛയ ഒക്കെ ഗിരിയാണ്. അപ്പൊ ഗിരിയുടെ പര്യായം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതൊക്കെ പറയുന്നത്. മനസ്സിലായോ?
അത് കഴിഞ്ഞിട്ട് നാമരൂപാണി കൊടുത്തിട്ടുണ്ട്. ഗുരോ എന്ന് പറയുമ്പോൾ ഗുരോഹോ എന്ന് പറയുമ്പോൾ എന്താണ്? ഉകാരാന്തഃ പുല്ലിംഗഃ ഷഷ്ഠി ഏകവചനമാണ്. ഗുരോഹോ ഗുരോഹോ എന്ന് പറയുമ്പോൾ ഉകാരാന്തഃ പുല്ലിംഗഃ ഷഷ്ഠി ഏകവചനം. പിന്നെ ഹരം അകാരാന്തഃ പുല്ലിംഗഃ ദ്വിതീയ ഏകവചനം. അപ്പൊ പർവ്വതമെന്നും അചലമെന്നും ശൈലമെന്നും ഒക്കെ അദ്രി എന്നും ഒക്കെ അർത്ഥമുണ്ട് നമ്മുടെ ഗിരിക്ക്. റെഡി? പിന്നെ ധാതുരൂപാണിയിൽ ചകാര ഋകുഞ്ഞുകരണയിലിട്ട് പരസ്മൈപതി പ്രഥമ പുരുഷ ഏകവചനം. ചകാര എന്ന് ചെയ്തതിന്റെ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗോത്ര എന്നൊരു മീനിങ് കൂടി ഉണ്ട്. ഗോത്ര. ഗ്രാവ എന്നൊരു മീനിങ് ഉണ്ട്. ശിലോച്ചയ. അപ്പൊ ഇതെങ്ങനെ മുറിക്കാം? അദ്രി, ഗോത്ര, ഗിരി, ഗ്രാവ, അചല, ശൈല, ശൈല, ശിലോച്ചയ. ഇത്രയും മീനിങ് ആണ് നമ്മുടെ ഗിരിക്കുള്ളത് കേട്ടോ. അദ്രിഹി, ഗോത്ര, ഗ്രാവ, അചല, ശൈല, പിന്നെ ശിലോച്ചയ. ഇത്രയും മീനിങ് ആണ്. ഇവിടെ അചലഹ എന്നാണ് അത് ചേർത്ത് വരുമ്പോൾ ഗ്രാവാഹ അചലഹ, ഗ്രാവാചല എന്ന് വരും. ശരി, അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ, പര്യായങ്ങളൊക്കെ ആവശ്യം വരുവേ. അടുത്ത ശ്ലോകം കൊടുത്തിരിക്കണം. അപ്പൊ അർജുനന്റെ തപസ് എന്തായി? എന്ത് പറ്റി? അർജുനൻ എന്തിനാ തപസ് ചെയ്യാൻ പോയത്? പാശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ട് അല്ലേ? ഫലേന പർണേന ജലേന വായുന സ്ഥിതിം ശരീരസ്യ സകൽപ്പയൻ ക്രമാത് ഉപോടകാശ്യോരധിക നിർമ്മലോന്വഹം ബഭൂവ പക്ഷേ ബഹുലേധാ ശശി. ഓക്കെ, അപ്പം എന്താ പറയുന്നത്? ഫലേന പർണേന ജലേന വായുന. എന്താ പറയുന്നത്? ഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പഴം, ഫലം. പർണേന ഇല, ജലേന വായുന വെള്ളവും വായുവും. ഇവ മാത്രം ഉപജീവനത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, ഇവ മാത്രം ഉപജീവനമായിക്കൊണ്ട്, അതായത് ഫ്രൂട്ട്സ് കഴിക്കുക, ലീവ്സ് കഴിക്കുക, വെള്ളം കുടിക്കുക, ഈ കാറ്റും ജലവും പഴവും ഇലയും മാത്രം കഴിച്ചുകൊണ്ട് സ്ഥിതിം ശരീരസ്യ സ കൽപ്പയൻ ക്രമാത്, ക്രമേണ തൻ്റെ ശരീരത്തിൻ്റെ നില. സ്ഥിതിം എന്ന് പറയുമ്പോൾ അവസ്ഥ, നില. ശരീരസ്യ അവസ്ഥ, ശരീരത്തിൻ്റെ നില. സ കൽപ്പയൻ ക്രമാത്, തൻ്റെ ശരീരനില കൽപ്പയൻ ക്രമാത് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന സ അർജുനൻ ഉപോടകാശ്രിയോരധിക നിർമ്മലോന്വഹം ബഭൂവ പക്ഷേ ബഹുലേധാ ശശി. കൃഷ്ണപക്ഷത്തിൽ ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. പക്ഷേ ബഹുലേ ബഭൂവ നിർമ്മലോ, അതായത് നമ്മളിങ്ങനെ എന്താ പറയാ, എന്താ പറയാ, ഉപോടകാരിഷ, അതായത് നമ്മളുടെ അധിക നിർമ്മല അന്വഹം, നമ്മുടെ കൃഷ്ണപക്ഷത്തിൽ ചന്ദ്രൻ ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടുപോകും. അതായത് നിങ്ങൾ ചന്ദ്രനെ കണ്ടിട്ടുണ്ടല്ലോ, ചന്ദ്രൻ അമ്പിളിമാമൻ എങ്ങനെയാണ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി, അതായത് ചെറുതായി ചെറുതായി തോണി പോലെ ആയിട്ട് പിന്നെ വീണ്ടും ഫുൾ മൂണായിട്ട് വരും, പൗർണമാസിയായിട്ട് വരും അല്ലേ. അപ്പോൾ കർത്തവാവിൻ്റെ ചന്ദ്രൻ തീരെ ഇല്ല, പൂർണ്ണിമയ്ക്ക് ചന്ദ്രൻ ഫുള്ളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള 10-15 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ആ ദിവസങ്ങളിൽ ചന്ദ്രൻ ചെറുതായി ചെറുതായി വലുതായി 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 വരുന്നത് പോലെ വീണ്ടും ചെറുതായി 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 ക്ഷയിച്ച് പോകുന്നത് പോലെ അല്ലേ. ചന്ദ്രനെ ക്ഷയിക്കാനുള്ള ശാപം കിട്ടിയിട്ടുണ്ടെന്നൊരു കഥയുണ്ട്. അപ്പോൾ ക്ഷയിച്ച് പോകുന്ന പോലെ ഒരു കവിത ഉണ്ടല്ലോ, ആരയോർത്തു വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ ഒരിതൾ പൂ പോലെ നേർത്തു നേർത്തു പോവതെന്തേ അല്ലേ. ആരയോർത്ത് വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ ഒരിതൾ പൂ പോലെ നേർത്തു നേർത്തു പോവതെന്ത്. ഒരു ഇതള് മാത്രമുള്ള പൂവ് പോലെ ഇങ്ങനെ നേർത്തു പോകുന്നത് എന്താണ്? അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാണ്ടായി ഇൻവിസിബിളായി പോകുന്നത് പോലെ അർജുനന്റെ ശരീരമൊക്കെ ഉണങ്ങി എല്ലും തോലും മാത്രമായി. പക്ഷേ അങ്ങനെ കൃഷ്ണപക്ഷത്തിൽ ദിവസേന ക്ഷയിച്ചുകൊണ്ട് തുടർച്ചയായി ശുദ്ധി വർദ്ധിച്ച ചന്ദ്രനെ പോലെ അത്യന്തം നിർമ്മലനായി തീർന്നു. ക്ഷയിച്ചു പോയാലും നിർമ്മലോന്വഹം, അത് പിന്നെ എന്താവുന്നു? ബഭൂവ പക്ഷേ ബഹുലേ യഥാശശി, അത് വളരെ
ക്ലീൻ ആയിട്ടുള്ള ഫുൾ മൂണായിട്ട് നമുക്ക് പിന്നെ വരികയാണ് അല്ലെ. അപ്പൊ അതുപോലെ ക്ഷയിച്ചാലും നിർമ്മലമാവുകയാണ് ചെയ്യുന്നത് ചന്ദ്രൻ. അപ്പൊ അർജുനൻ ഇങ്ങനെ തപസ് ചെയ്ത് മെലിഞ്ഞുണങ്ങി പോയാലും അർജുനൻ വളരെ പ്യുവർ ആയിപ്പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായി. ഇനി അതിന്റെ മീനിങ് ഉപോട കാർഷ്യ എന്ന് പറഞ്ഞാൽ കൃഷതാം പ്രാപ്ത. കൃഷതാം പ്രാപ്ത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറുതായി ക്ഷയിച്ചു പോവാ, ദേഹം ക്ഷയിച്ചു പോവാ. ഉപോഠം കാർഷ്യം യസ്യ സഹ കൃഷതയെ പ്രാപിക്കുക. ഉപോടകാർഷ്യ അല്ലെ, ഉപോടകാർഷ്യ നാവിൽ വരുന്നില്ലല്ലോ അത്. അപ്പോൾ ഉപോഠകാർഷ്യ എന്ന് പറയുമ്പം കൃഷഗാത്രമാവുക. നിങ്ങൾ രാമായണം വായിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൃഷഗാത്രം എന്നുള്ള വേർഡ് അറിയാൻ പറ്റും. കൃഷഗാത്രം. അപ്പോൾ കൃഷം എന്ന് പറഞ്ഞാൽ കൃഷഗാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷതയെ പ്രാപിക്കുന്ന വളരെ മെലിഞ്ഞ ക്ഷീണിച്ച അവസ്ഥയാവുന്ന ശരീരത്തിൻ്റെ അവസ്ഥയാണ് കൃഷഗാത്രം. അപ്പോൾ കൃഷഗാത്രൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മെലിഞ്ഞ ശരീരമുള്ള ആളെന്നാണ് അർത്ഥം കേട്ടോ. കൃഷഗാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മെലിഞ്ഞ ശരീരം. അപ്പോൾ ഉപോഠം കാർഷ്യം യസ്യ സഹ, ആരുടെ ശരീരമാണോ ഇങ്ങനെ മെലിഞ്ഞിട്ടുള്ളത് അവനാണ് കൃഷഗാത്രം. അങ്ങനെ മെലിഞ്ഞിട്ടുള്ളവൻ. മെലിഞ്ഞ ശരീരത്തെ ധരിച്ചവൻ എന്നൊരർത്ഥമാണ് കേട്ടോ. ഉപോഠ എന്ന് പറയുമ്പോൾ മെലിഞ്ഞ ശരീരത്തെ ധരിച്ചവനായിട്ടിരിക്കുന്ന, മെലിഞ്ഞ സമൂഹത്തെ ധരിച്ചവൻ. അങ്ങനെ മെലിഞ്ഞ ശരീരത്തെ ധരിച്ചവനാരായി അധിക നിർമ്മലനായി. അധികതയാ നിർമ്മല. അന്വഹം എന്ന് പറഞ്ഞാൽ അഹനി. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്താ പറയുക, ഓരോ ഡേ ബൈ ഡേ. ഫലേന ഫലമാത്രേണ, പഴം മാത്രം ഉപയോഗിച്ചിട്ട്. പർണേന പത്രേണ, ഇലകൾ കൊണ്ട്. ജലേന വായുന, തോയേന വാതേന, വെള്ളം കൊണ്ടും വായു കൊണ്ടും. തോയം എന്ന് പറഞ്ഞാൽ വെള്ളം, വായു എന്ന് പറഞ്ഞാൽ കാറ്റ്, പിന്നെ വാതം. ഇതി ക്രമാത് ഏവം ക്രമേണ, ഇങ്ങനെ ക്രമത്തിൽ. ശരീരസ്യ സ്ഥിതിം വപുഷ അവസ്ഥ, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. കൽപ്പയൻ സഹ, നിയന്ത്രിച്ചു കൊണ്ടിരുന്ന അവൻ അർജുനൻ. കുർവൻ അർജുന അന്വഹം ദിനേ ദിനം പ്രതി ദിവസേന. അഹനി ഓരോ ഡേ ബൈ ഡേ അല്ലെ, ഡേ ബൈ ഡേ. ബഹുലേ പക്ഷേ എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷം. ബഹുലപക്ഷത്തിൽ, കൃഷ്ണപക്ഷത്തിൽ, പക്ഷത്തിൽ, കർത്തവാവിന്റെ സമയത്ത്. ഉപോടകാർഷ്യ കൃഷതാം പ്രാപ്ത, ക്ഷയിച്ച ദേഹഭാരം കുറഞ്ഞ. ശശി യഥാ, ചന്ദ്രനെ പോലെ. ചന്ദ്ര ഇവ അധിക നിർമ്മല, അത്യധികം വിമല. അധിക നിർമ്മല ബഭൂവ, കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ശുദ്ധനായി തീർന്നു. ഇങ്ങനെ ക്ഷയിച്ച് പ്യൂരിഫൈഡ് ആയി തീർന്നു. ബഭൂവ അഭൂത്, ആയിത്തീർന്നു. ഓക്കെ, അപ്പോൾ കൃഷതാം പ്രാപ്തനായിട്ടുള്ള, കൃഷത മെലിഞ്ഞവനായിട്ടുള്ള, മെലിഞ്ഞതിനെ പ്രാപിച്ചവൻ. ഉപോഠ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക, അപ്പോൾ ആ ഒരു ധരിക്കുക. അപ്പോൾ മെലിഞ്ഞ ഒരു ശരീരത്തെ പ്രാപിച്ചവനായിട്ടുള്ള, അതിൻ്റെ ആ ഒരു ശരീരം വഹിച്ചവൻ, ധരിച്ചവനായിട്ടുള്ള നമ്മുടെ അർജുനൻ എന്നാണ് അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഭാവാർത്ഥം നോക്കുക. ഫലേന പർണേന ജലേന വായുന ച ക്രമേണ ശരീരസ്യ അവസ്ഥാം ക്രമീകുർവൻ അർജുനഃ കൃഷ്ണപക്ഷേ പ്രതിദിനം കൃഷതാം പ്രാപ്തഃ ചന്ദ്രഃ ഇവ അത്യധികം നിർമ്മലഃ അജായത്. എന്താണ്? ഫലം, ഇല, വെള്ളം, വായു. പഴം, ഇല, വെള്ളം, വായു എന്നിവ മാത്രം ആഹാരമാക്കി ക്രമേണ തന്റെ ശരീരത്തിന്റെ നില നിയന്ത്രിച്ചുകൊണ്ട് അർജുനൻ കൃഷ്ണപക്ഷത്തിലെ ചന്ദ്രനെ പോലെ ദിവസേന ക്ഷയിച്ചും അത്രത്തോളം കൂടുതൽ ശുദ്ധനും നിർമ്മലനുമായി. അർജുനൻ മെലിഞ്ഞു ഉണങ്ങി അങ്ങ് എത്തി. ഒരു കുഴപ്പമില്ല, വിശപ്പൊന്നുമില്ല. കാരണം കൺട്രോള് തന്റെ കയ്യിലുണ്ട്. മക്കളെ, നിങ്ങൾ ഈ നമ്മുടെ കുംഭമേളക്കൊക്കെ വരുന്ന സന്യാസിമാരെ കണ്ടിട്ടില്ലേ? അഘോരികളെ കണ്ടിട്ടില്ലേ? അവരൊക്കെ എത്ര -°C മറ്റേ തണുപ്പിലാണ് അവർ മറ്റേ ഹിമാലയത്തിലേക്ക് ഇരിക്കുന്നത് അല്ലേ? അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ മഞ്ഞിലിങ്ങനെ തപസ് അനുഷ്ഠിച്ചിരിക്കും. അവർ അത്രയും കൺട്രോൾഡ് ആണല്ലേ? അവർ കിടുകിട വിറയ്ക്കുകയോ ഒന്നുമില്ല. ഒരു ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഒക്കെ തപസ്സിരിക്കുന്ന അഘോരികളൊക്കെ ഉണ്ട്. അവർക്കൊന്നും വേണ്ട, അവർ സംസാരിക്കില്ല, അവർക്ക് വസ്ത്രം വേണമെന്നില്ല. അത് ആ ഒരു സോളിൻ്റെ അത്രയും ഹയർ സ്റ്റേറ്റ് ആണ് അല്ലേ? അപ്പോൾ ആ ഒരു തപസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ട്, സന്യാസിമാരൊക്കെ ഉണ്ട്. ആ സന്യാസം എന്ന് പറയുന്നതും ധ്യാനം എന്ന് പറയുന്നതും യോഗ എന്ന് പറയുന്നതൊക്കെ ആ ഒരു എന്താ പറയുക, ശാസ്ത്രങ്ങളുടെ പഠനവും അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ പ്രാക്ടീസും കൊണ്ട് ഉണ്ടായി വരുന്ന സിറ്റുവേഷനാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയാതെ നമുക്കതിൻ്റെ ആ ഒരു, നമ്മളത് അനുഭവിക്കാതെ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ എഫക്റ്റോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലേ? നന്നായി പാട്ട് പഠിച്ച, നന്നായി പാട്ട് ഡെയിലി സാധകം ചെയ്യുന്ന ആൾ നന്നായി പാടും അല്ലേ? അപ്പോൾ നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ തപസ്സനുഷ്ഠിച്ച് അതുമായിട്ട് പ്രാക്ടീസ് ഉള്ള ആള് ഒരു കുഴപ്പമില്ലാണ്ട് തപസ്സനുഷ്ഠിക്കും. അതിൽ ആ തപസ്സിന്റെ സക്സസ് ആവുന്നു എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ അർജുനൻ തപസ്സനുഷ്ഠിക്കുന്നത് എന്തിനാ? 8ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സാവാനാണോ? അല്ല.
പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓർമ്മയില്ലേ നമ്മുടെ യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞത് പാശുപതാസ്ത്ര ലാഭായ. അപ്പൊ പാശുപതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത്. പാശുപതം എവിടെയാണുള്ളത്? ശിവന്റെ അടുത്താണുള്ളത്. അങ്ങനെ ശരീരം എന്ന് പറയുമ്പോൾ ഗാത്രം വപുഹു സംഹനനം ശരീരം വർഷ്മ വിഗ്രഹ. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണത്? ഗാത്രമാണ്, വപുഹു ആണ്, വപുസ്സാണ്, സംഹനനം ശരീരം. ശശി എന്ന് പറയുമ്പോൾ ഹിമാംശു ആണ്, ചന്ദ്രമ ഹിമാംശു ചന്ദ്രമാസ് ചന്ദ്രഹ ആണ്, ചന്ദ്രനാണ്. ശശി ചന്ദ്രോ ഹിമദ്യുതി, ഹിമദ്യുതി ഇതൊക്കെ ഇതാണ് ചന്ദ്രന്റെ പര്യായങ്ങളാണ്. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ കേട്ടോ, ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, മൂൺ. അങ്ങനെ നമ്മളുടെ തപസ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു നാമരൂപം കൊടുത്തിട്ടുണ്ട്. വായുന ഉകാരാന്തഃ പുല്ലിംഗ തൃതീയ ഏകവചനം, ദുസ്ഥിതിം ഇകാരാന്തഃ സ്ത്രീലിംഗ ദ്വിതീയ ഏകവചനം. ധാതുരൂപം കൊടുത്തിട്ടുണ്ട്. ബഭൂവ ഭൂ സത്തായാം ലിട്ട് പരസ്മൈപതി പ്രഥമ പുരുഷ ഏകവചനം. അത് നോക്കുക. ഓക്കെ, ശരി, ബാക്കി നോക്കുക. എന്ത് സംഭവിച്ചു? കഥ എന്തായി അല്ലെ? അർജുനൻ തപസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. പിന്നീട് എന്ത് സംഭവിച്ചു അല്ലേ? ഉദഗ്രതേജോഭിഹതൈർമഹർഷിഭിർനിവേദിതേ താദൃശി സവ്യസാചിനി തപശ്ചരന്തം തമനന്യദൈവതം വിജ്ഞാപയാമാസ ഗിരീശമംബികാ. ഉദഗ്രതേജോഭിഹതൈർമഹർഷിഭിർനിവേദിതേ താദൃശി സവ്യസാചിനി തപശ്ചരന്തം തമനന്യദൈവതം വിജ്ഞാപയാമാസ ഗിരീശമംബികാ. എന്താ പറയുന്നത്? ഉദഗ്രതേജോഭിഹതൈർ ഉദഗ്രതേജോഭിഹി നോക്കുക. ഉദഗ്രതേജോഭിഹതൈർ മഹർഷിഭിർനിവേദിതേ. ഒറ്റ വാക്കാണ് അതൊക്കെ. എങ്ങനെ മുറിക്കുക? ഉദഗ്രതേജോഭിഹതൈഹി മുറിക്കുക, മഹർഷിഭിഹി മുറിക്കുക, നിവേദിതേ മുറിക്കുക. അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ ഉദഗ്രതേജോഭിഹതൈർ മഹർഷിഭിർനിവേദിതേ എന്ന് വരും. എന്താ അതിന്റെ അർത്ഥം? ഉദഗ്രതേജോഭിഹതൈർ എന്ന് പറഞ്ഞാൽ ഉഗ്രമായ തേജസ്സുള്ള, മഹർഷിഭി എന്ന് പറഞ്ഞാൽ മഹർഷിമാര്, നിവേദിതേ താദൃശിഹി താദൃശിഹി അങ്ങനെയുള്ള, നിവേദിതേ സവ്യസാചിനി സത്യസന്ധനായ സവ്യസാചിയെ അർജുനനെ, തപശ്ചരന്തം തം അനന്യദൈവതം വിജ്ഞാപയാമാസ ഗിരീശമംബിക ഉഗ്രമായ തേജസ്സുള്ള മഹർഷിമാർ അങ്ങനെയുള്ള സത്യസന്ധനായ സവ്യസാചിയെ അർജുനനെ ശക്തിപൂർവം കണ്ടറിഞ്ഞ ശേഷം, നിവേദിതേ ശക്തിപൂർവ്വം കണ്ടറിഞ്ഞ ശേഷം തപസ്സിൽ മുഴുകി ശിവനെ ഒഴികെ മറ്റെന്തെയും ദേവതയായി കരുതാതിരുന്ന ആ അർജുനനെ, അതാണ് തപശ്ചരന്തം, തം അനന്യദൈവതം മറ്റ് അന്യമായിട്ടിരിക്കുന്ന ഒരു ദേവനെയും ചിന്തിക്കാതെ, എന്നാൽ ഫോക്കസ് അല്ലെ, ശിവൻ മാത്രമാണ് ഫോക്കസ്. അപ്പോൾ ശിവനെ മാത്രം വിചാരിച്ച് ആ ഏകാഗ്ര തപസ്സിൽ മുഴുകിയിരിക്കുന്ന ഏകാന്ത ധ്യാനത്തിൽ ഒറ്റ ബിന്ദുവിൽ ശിവം എന്ന് പറയുന്ന, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം എന്ന് പറയുന്ന ആ ഒറ്റ ബിന്ദുവിൽ അനന്യദേവതകളെ ഒന്നും ആരാധിക്കാതെ ഇരിക്കുന്ന അർജുനന്റെ കാര്യം പാർവതി ദേവി അംബിക കൈലാസപർവ്വതത്തിലെത്തി ഈശനായ ശിവനോട് വിജ്ഞാപയാമാസ അറിയിച്ചു. ഉഗ്രതപസഃ മുനിശ്രേഷ്ഠാഃ അർജുനസ്യ ഉഗ്രതപസഃ മുനിശ്രേഷ്ഠാഃ അർജുനസ്യ കഠിനം തപശ്ചരണം പാർവതി ദേവിയും സൂചിതവന്തഃ. നമ്മുടെ മഹർഷിമാരെന്ത് ചെയ്തു? പാർവതി ദേവിയെ അറിയിച്ചു. ഉദഗ്രതേജോഭിതഃ അത്യധികഹി തേജോയുക്തഹി, വളരെയധികം തേജോയുക്തന്മാരായിട്ടുള്ള മഹർഷിഭിഹി മഹാമുനിഭിഹി മഹർഷിമാര്, അത്യധിക തേജസ്സാൽ ഉജ്ജ്വലരായ മഹർഷിമാര്, താദൃശിഹി തഥാ വർത്തമാനേ സവ്യസാചിനി അർജുനെ, അവിടെയുള്ള ഈ അർജുനന്റെ സിറ്റുവേഷൻ നിവേദിതേ കഥിതേ പറഞ്ഞു, നിവേദിതേ സവ്യസാചിനി അങ്ങനെയുള്ള സവ്യസാചിയെ അർജുനന്റെ കാര്യം അറിയിച്ചതിനെ തുടർന്ന് തപശ്ചരന്തം തപസി വർത്തമാനം അനന്യദൈവതം ഇതരേശ്വരരഹിതം ശിവമേവ ഈശ്വരത്വേന ഗണയന്തം, ശിവനെ മാത്രം ദൈവമായിട്ട് കാണുന്ന, വേറൊരു ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ശിവനെ മാത്രം ദൈവത്തിനെ മാത്രമായി കാണുന്ന തം അർജുനം അധികൃത്യ ആ അർജുനനെ ബേസ് ചെയ്തിട്ട് അർജുനന്റെ കാര്യം അംബികാരാണ് പാർവതി, ഗിരീശം ശിവനോട് കൈലാസപർവ്വതത്തിന്റെ ഈശൻ ഗിരിയുടെ ഈശൻ ഗിരീശനോട് വിജ്ഞാപയാമാസ അറിയിച്ചു. പാർവതി അറിയിച്ചു. പാർവതിയോട് മഹർഷിമാര് പോയിട്ട് പറഞ്ഞു, ഓ അർജുനനെ നോക്ക്, അവൻ എത്ര കാലമായി തപസ് ചെയ്യുന്നു, അവൻ വേറെ ആരെ കുറിച്ചും ചിന്തിക്കുന്നില്ല, അവൻ ശിവനെ മാത്രം ചിന്തിച്ച് അല്ലെ, ഒറ്റ ഉദ്ദേശ്യം ശിവൻ. അപ്പൊ അത്രയും ഫോക്കസ് ആയിട്ട് ചെയ്യുന്ന അവന്റെ ആ കോൺസെൻട്രേഷൻ നമ്മൾ ഇനിയും നമ്മൾ അതിനെ വാല്യൂ ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ അർജുനൻ സൂപ്പർ ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്ന് പാർവതിയോട് മഹർഷിമാർ അർജുനന്റെ കഠിന തപസ്സിനെ വിവരിച്ചതിനെ തുടർന്ന് പാർവതി ദേവി ശിവനോട് അറിയിച്ചു. ശിവനെ മാത്രമേ ദൈവമായി കരുതുന്നുള്ളൂ. അങ്ങനെയുള്ള അജയനായ സവ്യസാചി ഇവിടെ കഠിനമായ തപസ്സിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ ഈ കാര്യം പാർവതി പറഞ്ഞാലേ ശിവൻ കേൾക്കുള്ളൂ. അപ്പോൾ പാർവതി പോയിട്ട് ശിവനോട് ഇങ്ങനെ പറയാണ്, ശിവേട്ടാ തപസ്സിൽ നിന്ന് ഉണരൂ, അങ്ങക്ക് വേണ്ടി അർജുനൻ അവിടെ കഠിന തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. സാ ച ദേവി
അന്യദേവതാ നിരപേക്ഷം തപശ്ചരന്തം തമർജുനം അധികൃത്യ ശിവായ നിവേദയത്. അങ്ങനെ എല്ലാവരും കൂടി ശിവനോട് കാര്യം പറഞ്ഞു. ഇനിയെങ്കിലും കൊടുത്തൂടെ പാശുപതം, കുറെ കാലമായില്ലേ അവൻ പാശുപതത്തിന് വേണ്ടിയിട്ട് അവിടെ തപസ് ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞു. അതിൻ്റെ പദച്ഛേദം നോക്കുക. തം അന്യദൈവതം, തം അനന്യദൈവതം എങ്ങനെ വിളിക്കുക? തം അനന്യദൈവതം, മറ്റൊരു ദൈവത്തെയും. ഗിരീശം അംബിക, ഗിരീശം പ്ലസ് അംബിക. തപശ്ചരന്തം, തപഃ പ്ലസ് ചരന്തം. വിഗ്രഹ നോക്കുക. ഉദഗ്രതേജോഭിഹതൈ, ഉദഗ്രൈ തേജോഭിः അഭിഹിതൈ, ഉദഗ്രതേജോഭിഹതൈ, ഉദഗ്രതേജോഭിഹതൈ, തേജോഭിः അഭിഹിതൈ. സവ്യസാചിനി, സവ്യേനാപി വാമഹസ്തേന സചതീതി സവ്യസാചിനി തസ്മിൻ. ഇടത് കൈകൊണ്ടും അമ്പെയ്യുന്നവൻ. അനന്യദൈവതം, അനന്യം ദൈവതം യസ്യ സഹ അനന്യദൈവതഃ തം. മഹർഷി, മഹാൻ ച അസൗ ഋഷി ച, മഹാനായ ഋഷിയാണ് മഹർഷി. ഗിരീശം, ഗിരേഹേ ഈശഃ ഗിരീശഃ തം, കൈലാസത്തിന്റെ ഈശനാണ് ഗിരീശൻ. മീനിങ് നോക്കുക. അംബിക, അപർണ, പാർവതി, ദുർഗ, മൃഡാനി, ചണ്ഡികാംബിക. എന്താണ് അപർണ എന്ന് പറയുന്നതും പാർവതി എന്ന് പറയുന്നതും ദുർഗ എന്ന് പറയുന്നതും മൃഡാനി എന്ന് പറയുന്നതും ചണ്ഡിക എന്ന് പറയുന്നതും അംബിക എന്ന് പറയുന്നതൊക്കെ അംബികയുടെ അർത്ഥമാണ്, ദേവിയുടെ മീനിങ് ആണ് കേട്ടോ. നാമരൂപങ്ങൾ നോക്കൂ. മഹർഷിഭിः ഇകാരാന്ത പുല്ലിംഗ, മഹർഷി ശബ്ദ, തൃതീയ ബഹുവചനം. സവ്യസാചിനി നകാരാന്ത പുല്ലിംഗ, സവ്യസാചീൻ ശബ്ദ, സപ്തമി ഏകവചനം. ഗിരീശം അകാരാന്ത പുല്ലിംഗ, ഗിരീശ ശബ്ദ, ദ്വിതീയ ഏകവചനം. ധാതുരൂപാണി. വിജ്ഞാപയാമാസ, വി ഉപസർഗപൂർവക ജ്ഞാ അവബോധേന ലിട്ട് പരസ്മൈപതി പ്രഥമപുരുഷ ഏകവചനം. അങ്ങനെ തപസ്സിന്റെ അവസാനം എന്ത് സംഭവിച്ചു? പാശുപതാസ്ത്രം കിട്ടിയോ? നോക്ക്. അന്തേ പ്രസന്ന പശുപതി, അവസാനം, അന്ത്യത്തിൽ, അവസാനത്തിൽ പ്രസന്നനായ പശുപതിയാകുന്ന ശിവൻ. പശുപതി എന്ന് പറഞ്ഞാൽ പശുക്കളുടെ, ജീവികളുടെ പതി എന്നൊരർത്ഥം കൂടി ഉണ്ട്. അപ്പോൾ പാശുപതാസ്ത്രം ശിവന്റെ ആണല്ലേ. അപ്പോൾ പശുപതിയായിട്ടിരിക്കുന്ന ശിവൻ പ്രണതം പാർത്ഥം ആശ്ലിഷ്യ, പ്രണത്തമായിട്ട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന, നമിച്ചു നിൽക്കുന്ന പാർത്ഥനെ. പാർത്ഥം എന്ന് പറഞ്ഞാൽ അർജുനനെ. പാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർത്ഥൻ ആരാണ്? പാർത്ഥൻ അർജുനൻ. അപ്പോൾ പ്രാർത്ഥിച്ചു നിൽക്കുന്ന പ്രാർത്ഥനെ, പ്രാർത്ഥിച്ചു നിൽക്കുന്ന പാർത്ഥനെ അല്ലേ. കുന്തിപുത്രനായ അർജുനനായ പാർത്ഥനായ നമ്മുടെ സവ്യസാചിയെ ശിവൻ എന്ത് ചെയ്തു? പശുപതിയായ ശിവൻ എന്ത് ചെയ്തു? പശുപതി ശിവനാണ് കേട്ടോ. പശുപതിയായ ശിവൻ എന്ത് ചെയ്തു? ആശ്ലിഷ്യ, ആലിംഗനം ചെയ്തു. എന്നിട്ടോ സമന്ത്രം പാശുപതാസ്ത്രം തസ്മൈ പ്രദായ തിരോഭൂത്, മന്ത്രസമേതമായ പാശുപതാസ്ത്രം അവന് നൽകി. തിരോഭൂത്, അപ്രത്യക്ഷമായി, അദൃശ്യമായി. പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ, ദേവലനെന്നൊരാ കേവല ബാലനെ ദേവനാക്കിയ മഹാദേവനല്ലേ, എന്നെന്നും നിൻ മുന്നിൽ വന്നൊന്നു തൊഴുതിടാൻ എന്നെ നീ അനുഗ്രഹിക്കില്ലേ ശംഭോ, എന്നൊന്നും അനുഗ്രഹിക്കില്ലേ. ഋഷിനാഗകുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. ആ പാട്ടാണ് ഈ പാട്ട്. പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ. അതാണ് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ അമ്പലമുണ്ട്, എറണാകുളത്തപ്പൻ ശിവക്ഷേത്രം. ഋഷിനാഗക്കുളം എന്നാണ് അമ്പലത്തിൻ്റെ പേര്, ഋഷിനാഗക്കുളത്തപ്പൻ. അവിടുത്തെ ശിവൻ ഈ അർജുനന് പാശുപതാസ്ത്രം കൊടുത്ത ആ ഒരു ഭാവത്തിലുള്ള ശിവനായതുകൊണ്ടാവാം ആ പാട്ടിൽ അങ്ങനെ വന്നത് അല്ലേ. പാശുപതാസ്ത്രം പാർത്ഥന് നൽകിയ പശുപതി അല്ലേ നീ എന്നാണ് ആ പാട്ട്. അപ്പോൾ എറണാകുളം എന്നുള്ള വേർഡ് വന്നത് തന്നെ ഈ ഋഷിനാഗക്കുളം എന്നുള്ള വേർഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്തപ്പൻ്റെ ശിവക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോവുക, എപ്പോഴെങ്കിലൊക്കെ മറൈൻ ഡ്രൈവ് ഭാഗത്ത് പോകുമ്പോൾ. മഹാരാജാസ് കോളേജിൻ്റെ തൊട്ടപ്പുറത്താണ് എറണാകുളത്തപ്പൻ ശിവക്ഷേത്രം. അവിടെ പാശുപതാസ്ത്രം പാർത്ഥന് നൽകിയ പശുപതിയാണ് പ്രതിഷ്ഠ. റെഡി. അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നമ്മൾ പഠന പ്രവർത്തനങ്ങളൊന്ന് വായിക്കുകയാണ്. പാഠഭാഗസ്ഥാനി പദ്യാനി താലലയാനുസാരം ആലപത്തു. ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗത്തിലുള്ള പദ്യം നിങ്ങൾ താളത്തിലും ലയത്തിലും പാടുക. പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അംശങ്ങൾ ഉച്ചാരണ സ്ഫുടത, ഉച്ചാരണ സ്ഫുടത. ഈ അക്ഷരം എന്താ വായിക്കുക മക്കളെ? ഫാന്നോ? അല്ല, ഫ. ചുണ്ട് രണ്ട് മുട്ടണം. PHA എന്നാണ് വായിക്കുക കേട്ടോ. PHA. അപ്പോൾ പ ഫ
PA, pha, PHA, ba, BA, bha, BHA. റെഡി? അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എച്ച് ചേർക്കുമ്പോൾ ഭ വരും. പ് പ്ലസ് ഹ ഭ, പിന്നെ ബ് പ്ലസ് ഹ ഭ, രണ്ടാണ്. പ ഫ ബ ഭ മ. ഈ 5 എണ്ണം പറയുമ്പോൾ ചുണ്ട് മുട്ടണം. ഓക്കെ, അതുകൊണ്ട് ഫ എന്നൊരു അക്ഷരം സംസ്കൃതത്തിലില്ല, മലയാളത്തിലില്ല, ഹിന്ദിയിലും ഇല്ല. ഇംഗ്ലീഷിൽ എഫ് ഉണ്ട്, ഫാൻ. ഓക്കെ, അപ്പോൾ ഇത് സ്ഫുടത എന്നാണ് വായിക്കുക. സ്ഫടികം ആണ്. സ്ഫടികമോ സ്ഫുടതയോ ഒന്നുമല്ല. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ആ സ്വാധീനമോ അറബിയുടെ സ്വാധീനമോ കൊണ്ട് നമ്മുടെ സംസ്കൃതം, മലയാളം, ഹിന്ദി അക്ഷരത്തിലുള്ള ഇതിനെ കൊല്ലരുത്. ഇത് ഫലമാണ്, ഫലമല്ല. ക്ലിയർ? ഇതിൻ്റെ അടിയിൽ ഒരു കുത്തിട്ടാൽ ഹിന്ദിയിൽ ഫ. അതുകൊണ്ടാണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനൊരു കുത്തുണ്ട്. സഫർ എന്നൊക്കെ ഹിന്ദിയിൽ എഴുതുമ്പോൾ അതൊക്കെ അറബി വാക്കുകളായതുകൊണ്ട്, ഉറുദു വാക്കുകളായതുകൊണ്ട് ഒരു കുത്തിടും. പക്ഷേ സഫലം, വിഫലം, ഫലം, മത്സര ഫലം എന്നൊക്കെ പറയുമ്പം, സ്ഫടികം, സ്ഫുടത, അക്ഷരസ്ഫുടത എന്നൊക്കെ പറയുമ്പം അത് PHA ആണ്. അത് ഫ അല്ല, അത് ഫ ആണ്. ഫ എന്ന് പറയില്ലേ, ആ സാധനം. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് നൂതന പദാനി ചിത്വ അർത്ഥം ലിഖതു. പുതിയ വേർഡ്സ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് എഴുതുക. അങ്ങനെ പദാർത്ഥ ബോധ നിങ്ങൾക്കുണ്ടാവണം. ആശയ വ്യക്തത ഉണ്ടാവണം. ആശയ ഗ്രഹണ സാമർഥ്യവും ഉണ്ടാവണം. അതായത് പദവും പദാർത്ഥവും, വേർഡും വേർഡ് മീനിങ്ങും അറിയാനുള്ള ബോധമുണ്ടാവണം. ആശയ വ്യക്തത ഉണ്ടാവണം. അതിൻ്റെ അകത്ത് എന്ത് മീനിങ് ആണ്, ആശയമാണുള്ളത് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. ആശയ ഗ്രഹണ സാമർഥ്യം ഉണ്ടാവണം. ആശയങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവണം. ക്ലിയർ? സംസ്കൃതം പഠിക്കുന്ന എൻ്റെ മക്കൾ, എക്സാമിനറിലെ 8ാം ക്ലാസ്സിലെ മക്കളൊക്കെ നല്ല തലയുള്ള മക്കളായിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ ആ ബുദ്ധി നമുക്ക് ഒരു 10ാം ക്ലാസ്സും +2 ഒക്കെ ആകുമ്പോഴേക്ക് കൂട്ടി ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും നല്ല സംസ്കൃതം വിദ്യാർത്ഥിനികൾ എൻ്റെ മക്കളാണെന്ന് എനിക്ക് പറയാൻ പറ്റും. നമുക്ക് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പദ്യാനാം ഗദ്യക്രമം ലിഖതു. ശ്രദ്ധേയ അംശഃ. നിങ്ങൾ ആ പദ്യങ്ങൾ ഗദ്യത്തിൽ എഴുതുക, അന്വയത്തിൽ എഴുതുക. ക്രിയാപദഗ്രഹണം, ആശയ വ്യക്തത, വാക്യഘടന, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പദ്യാനാം ആശയം ലിഖതു. പദ്യത്തിൻ്റെ ആശയം എഴുതുക. അപ്പോൾ അന്വയക്രമം ശ്രദ്ധിക്കണം, ആശയാവഗമനം ശ്രദ്ധിക്കണം, വാക്യഘടന ശ്രദ്ധിക്കണം. അനുബന്ധം പഠിത്വ പട്ടികാം പൂരയതു. അനുബന്ധം വായിച്ചിട്ട് പട്ടിക പൂരിപ്പിക്കണം. അപ്പോൾ ഒരു സൈഡിൽ എന്താ ഉള്ളത്? രാമായണ പ്രബന്ധാഹ, മറ്റേതിൽ മഹാഭാരത പ്രബന്ധാഹ. അപ്പോൾ പട്ടിക എവിടെ? പട്ടിക വായിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പട്ടിക അടുത്ത പേജിലുണ്ടോ? അല്ല, പട്ടികയിലല്ലോ, അനുബന്ധം വായിക്കാനാണ് പറയുന്നത്. അനുബന്ധം എവിടെ? അനുബന്ധം ഇതാണ് അനുബന്ധം. അനുബന്ധം വായിച്ചേ. ചാക്യാർ കൂത്ത്. ഹൈന്ദവാരാധനാലയേഷു പ്രചലിത പ്രസിദ്ധ കേരളീയ കലാ ഭവതി കൂത്ത്. ഹൈന്ദവ ആരാധനാലയങ്ങളിൽ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ്, കേരളീയ കലയാണ് കൂത്ത്. അസ്യാഹ അവതാരകഃ ഭവതി ചാക്യാർ. ഈ കൂത്ത് അവതരിപ്പിക്കുന്ന കലാകാരനെ ചാക്യാർ എന്ന് വിളിക്കുന്നു. ചാക്യാരഃ അതഃ ചാക്യാർ കൂത്ത് ഇതി നാമന വ്യവഹര്യതേ. അപ്പോൾ ചാക്യാർ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഈ കൂത്തിനെ ചാക്യാർ കൂത്ത് എന്ന് വിളിക്കുന്നു. പുരാണേതിഹാസാദിഷു വിദ്യമാനാഃ കഥാഃ സവിസ്തരം പ്രതിപാദയതി ചാക്യാരഃ. പുരാണേതിഹാസങ്ങളിൽ, അതായത് രാമായണത്തിലും മഹാഭാരതത്തിലും, അത് രണ്ടും ഇതിഹാസങ്ങളാണ്. പിന്നെ 18 പുരാണങ്ങളുണ്ട്. അങ്ങനെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമുള്ള കഥകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്നുള്ളതാണ് ചാക്യാറിന്റെ ഉദ്ദേശ്യം. അങ്ങനെ ഇരിക്കുന്ന കാലനേരത്തിങ്കൽ വാചികഃ, ആംഗികഃ, സാത്വികഃ, ആഹാര്യഃ ചേതി ചതുർവിധാഭിനയാഃ കലാരൂപൈസ്മിൻ പ്രയുജ്യന്തെ. അഭിനയം 4 തരം. ഒന്ന് വാചികം, ആംഗികം, സാത്വികം, ആഹാര്യം. ഇങ്ങനെ 4 വിധം അഭിനയമുണ്ട്. ചതുർവിധാഭിനയമാണുള്ളത്. ഈ 4 വിധ അഭിനയവും ഈ ചാക്യാർ കൂത്തിൽ കാണാൻ പറ്റും. വാചികമുണ്ട്, ആംഗികമുണ്ട്, സാത്വികമുണ്ട്, ആഹാര്യവുമുണ്ട്. ചാക്യാരഃ പ്രേക്ഷകാനപി കഥാപാത്രത്വേന പരികൽപ്യ മനുഷ്യസാധാരണനാപി ദൗർബല്യാനി സമാകലിക സമസ്യാഃ ച സരസയാ രീത്യാ അങ്കുലീ നിർദ്ദേശപൂർവകം പ്രസ്തൗതി. ചാക്യാർ വലിയൊരു സെന്റൻസ് ആണല്ലേ. ചാക്യാരഃ, ചാക്യാർ എന്ത് ചെയ്യും? പ്രേക്ഷകാനപി, പ്രേക്ഷകരെ കൂടി കഥാപാത്രത്വേന പരികൽപ്യ, ഈ കഥയിലെ കഥാപാത്രങ്ങളാക്കി വിചാരിച്ചുകൊണ്ട്, ഇമാജിൻ ചെയ്തുകൊണ്ട്, മനുഷ്യ സാധാരണാനി ദൗർബല്യാനി, മനുഷ്യന്മാരുടെ നാച്ചുറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ദൗർബല്യങ്ങൾ, അവരുടെ വീക്ക്നെസ്സുകളും, സമാകലിത സമസ്യാഹ, സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ സമയത്ത് നടക്കുന്ന സൊസൈറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലേ. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിലും പൊളിറ്റിക്സിലും ഒക്കെ ഉണ്ടല്ലോ. ആ പൊളിറ്റിക്സ്, ആ വിഷയങ്ങളും
സരസയാരീത്യ വളരെ കോമിക്കലായിട്ട് വളരെ തമാശ രൂപത്തിൽ അങ്കുലീ നിർദ്ദേശപൂർവകം പ്രസ്തൗതി എന്താ പറയുക ആ ഒരു ആക്ഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൈയും കാലും ബാക്കി അഭിനയങ്ങളും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ചൂണ്ടി പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ അവതരിപ്പിക്കുന്നു. വളരെ ആക്ഷേപഹാസ്യം സെറ്റയർ എന്നുള്ള രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ട് ചാക്യാർ അവതരിപ്പിക്കുന്നു. നമ്മൾ ചോക്ലേറ്റിലെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അങ്ങനെ ആ ഹനുമാൻ ഇങ്ങനെ മുമ്പോട്ട് വരികയാണ്, അതാ അവിടെ ഹനുമാൻ എത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആരെങ്കിലും ചിലപ്പോൾ ഓഡിയൻസ് എണീറ്റ് പോകുന്നുണ്ടാവും. അപ്പോൾ ഹനുമാൻ വാനരൻ ആയതുകൊണ്ട് ഇയാൾ വാനരൻ, ആ വാനരൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന പരിപാടിയാണ്. ഓക്കെ. ചാക്യാരസ്യ ഹാസ്യപ്രയോഗ സാമർഥ്യം ആക്ഷേപഹാസ്യ പ്രധാനസ്മിൻ കലാരൂപ വിശേഷത പ്രസ്താവമർഹതി. അത് ഞാനിപ്പോൾ പറഞ്ഞാണ്. ചാക്യാറിൻ്റെ ഹാസ്യപ്രയോഗ സാമർഥ്യം, കോമഡി പറയാനുള്ള ചാക്യാറിൻ്റെ കഴിവ്, ഹാസ്യം പ്രയോഗിക്കാനുള്ള സാമർഥ്യം, ആ കഴിവ് ആക്ഷേപഹാസ്യ പ്രധാനസ്മിൻ ആക്ഷേപഹാസ്യ പ്രധാനമായിട്ടുള്ള സർക്കാസ്റ്റിക് സറ്റയർ ആയിട്ടുള്ള കലാരൂപങ്ങളിൽ വിശേഷത പ്രസ്താവമർഹതി വളരെ വിശേഷിച്ചും പ്രസ്താവം എടുത്തു പറയേണ്ടതാണ്. ദീപാലങ്കൃതം രംഗം പ്രാപ്യ നമ്പ്യാരഹ മിഴാവ് നാമകേ വാദ്യേ പ്രഥമം താലക്രമം ആചരതി. മിഴാവ് ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടുന്നത് നമ്പ്യാർ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്പ്യാർ എന്ന് പറയുന്ന ആള് മിഴാവ് കൊട്ടും. അങ്ങനെ ആദ്യം വന്നിട്ട് അയാൾ കുറേ നേരം ഡും 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 എന്നിട്ട് മിഴാവ് കൊട്ടിയിട്ടാണ് ഈ ചാക്യാർ കൂത്ത് തുടങ്ങുക. സ്റ്റേജിൽ ഒരു സ്ഥലത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. ദീപാലങ്കൃതം രംഗം. തതഃ ചാക്യാരഹ പ്രവിശ്യ ചാരി ഇതി വിശ്രുതം നൃത്തമാചരതി. അങ്ങനെ ചാക്യാർ വന്നിട്ട് ചാരി എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഡാൻസ് അവിടെ ഇങ്ങനെ കളിക്കും. പുനഃ പീഠികായാः അവതാരണാനന്തരം ചമ്പൂഗ്രന്ഥേഭ്യः അഥവാ പ്രബന്ധേഭ്യः സ്വീകൃതാൻ ശ്ലോകാൻ വിവൃണ്വൻ സ്വപാട്ടവം പ്രദർശയതി. അപ്പൊ ചാരി കഴിഞ്ഞിട്ട് പിന്നെ പീഠിക എന്ന് പറയുന്നതാണ്. ആ പീഠിക അവതരിപ്പിച്ചതിന് ശേഷം ചമ്പൂ ഗ്രന്ഥങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ശ്ലോകം വളരെ എന്താ പറയുക മനോഹരമായിട്ട് അവതരിപ്പിക്കും. അപ്പൊ ചാക്യാർ കൂത്തിന്റെ ആ ഒരു രീതിയാണ് ആദ്യം ചാരി അല്ലെ, ചാരി പിന്നെ പീഠിക. അത് കഴിഞ്ഞിട്ട് ആദ്യം വന്നിട്ട് മറ്റേ നമ്പ്യാർ എന്ത് വായിക്കും, മിഴാവ് വായിക്കും. അത് കഴിഞ്ഞിട്ട് ഉപക്രമങ്ങളിൽ ചാരി ഉണ്ടാവും, പിന്നെ പീഠി ഉണ്ടാവും. ചാരി ഒരു നൃത്തത്തിന്റെ പേരാണ് കേട്ടോ. അവിടെ ചാക്യാർ കൂത്ത് ചെയ്യുന്ന നൃത്തം വിളക്കിന്റെ അവിടെ നിന്നിട്ട് വിളക്കിന് നേരെ നിന്ന് ചാരി എന്ന നൃത്തം ചെയ്യും. പിന്നീട് വിദൂഷക സ്തോപം നടിക്കും. അത് കഴിഞ്ഞിട്ട് ഇഷ്ടദേവ പ്രാർത്ഥനയും പീഠികയുമാണ്. പീഠിക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദസ്യർക്ക് ആശിസ് പ്രാർത്ഥിക്കും, നല്ലത് വരണം എന്ന് പ്രാർത്ഥിക്കും. അന്നത്തെ കഥയെ ആശ്രയിച്ചാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ. സ്വപാഠവും പ്രദർശിതി, സ്വന്തം കഴിവ് പ്രദർശിപ്പിക്കും. പ്രമുഖാഹ കേചനഃ പ്രബന്ധാഹ, ഫേമസ് ആയിട്ടുള്ള കുറച്ച് പ്രബന്ധങ്ങൾ: ചമ്പൂരാമായണം, പാഞ്ചാലി സ്വയംവര പ്രബന്ധഃ, വ്യാസോത്പത്തി പ്രബന്ധഃ, നിരനുനാസിക പ്രബന്ധഃ, കമ്പരാമായണ ചമ്പൂഃ, വാമനാവതാര പ്രബന്ധഃ, രാവണവധ പ്രബന്ധഃ, കൈലാസ വർണ്ണന പ്രബന്ധഃ, അഹല്യാമോക്ഷ പ്രബന്ധഃ, ഗജേന്ദ്രമോക്ഷ പ്രബന്ധഃ. ഇങ്ങനത്തെ പ്രബന്ധങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ അനുബന്ധം എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ആ അനുബന്ധം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പെട്ടി പൂരിപ്പിക്കണം. ആദ്യം ചമ്പൂ രാമായണമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചമ്പൂ രാമായണം രാമായണ പ്രബന്ധമാണ്. അപ്പോൾ ഒന്ന് ഇവിടെ വരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇതിലെഴുതാം അല്ലേ. അപ്പോൾ രാമായണ പ്രബന്ധത്തിന് നമ്മൾ 6 എന്ന് വിളിക്കുന്നു, മഹാഭാരത പ്രബന്ധത്തിന് നമ്മൾ M എന്ന് വിളിക്കുന്നു. നമ്മളിത് അപ്പുറത്ത് കൊണ്ടുപോയി മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പം ചമ്പൂ രാമായണം 6 രാമായണമാണ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പാഞ്ചാലി സ്വയംവര പ്രബന്ധം എന്താണ്? M ആണ്. പാഞ്ചാലി മഹാഭാരതത്തിലെ അർജുനന്റെയും പഞ്ചപാണ്ഡവരുടെയും ഭാര്യയാണ്. അപ്പോൾ പാഞ്ചാല ദേശത്തെ രാജകുമാരിയായ പാഞ്ചാലി, ദ്രൗപദി. പാഞ്ചാലി സ്വയംവര പ്രബന്ധം മഹാഭാരതമാണ്, M ആണ്. വ്യാസോത്പത്തിയും മഹാഭാരതമാണ്. മഹാഭാരതം എഴുതിയതേ വ്യാസനാണ് അല്ലേ. നിരനുനാസിക പ്രബന്ധ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. കമ്പരാമായണം 6 ആണ്. വാമനാവതാരം നിങ്ങൾ കണ്ടുപിടിക്കുക. കുറച്ച് പണിയിരിക്കട്ടെ അല്ലേ, കുറച്ച് ഹോംവർക്ക് ചെയ്യും. രാവണവധം, രാവണനെ കൊല്ലാനാണ് രാമൻ ലങ്കയിലേക്ക് പോകുന്നത്. അപ്പോൾ രാമായണമാണ്. കൈലാസ വർണ്ണന ഏതായിരിക്കും കണ്ടുപിടിക്കട്ടോ. അഹല്യാമോക്ഷം രാമൻ്റെ ആണ്, രാമനാണ്. കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അഹല്യയായി മാറുന്നു. അഹല്യാണ് ഈ അഹല്യ, അഹല്യാമോക്ഷം. അപ്പോൾ രാമായണമാണ്. ഗജേന്ദ്രമോക്ഷം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിൽ രാമായണവും മഹാഭാരതവും അല്ലാതെ വേറൊരു പുരാണം കൂടി വരുന്നുണ്ട്. അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് കണ്ടുപിടിക്കുക കേട്ടോ. പിന്നെ ധാതുരൂപങ്ങൾ വായിച്ചു വിടാം. ഡുക്രഞ്ഞുകരണേ
തനാദി പരസ്മൈപതി സകർമക അനിട്ട് ലിട്ട് ഏകവചനം ദ്വിവചനം ബഹുവചനം പ്രഥമപുരുഷ മധ്യമപുരുഷ ഉത്തമപുരുഷ ചകാര ചക്രതുഹു ചക്രുഹു ചകർത്ത ചക്രതുഹു ചക്രഃ ചകാര ചകര ചക്രുവ ചക്രുമ ഭൂസത്തായാം ഭവാദിः പരസ്മൈപതി സകർമകः സേറ്റ് ലിറ്റ് പ്രഥമപുരുഷ ഏകവചന ദ്വിവചന ബഹുവചനം ബഭൂവ ബഭൂവതുः ബഭൂവുः മധ്യമപുരുഷ ബഭൂവിധ ബഭൂവതുः ബഭൂവ ഉത്തമപുരുഷ ബഭൂവ ബഭൂവിവ ബഭൂവിമ വി പൂർവജ്ഞാവബോധനേ ഭ്വാദിः പരസ്മൈപതി അനിട്ട് ലിട്ട് ഏകവചന ദ്വിവചനം ബഹുവചനം പ്രഥമപുരുഷം മധ്യമപുരുഷ ഉത്തമപുരുഷ വിജ്ഞാപയാമാസ വിജ്ഞാപയാമാസതുഃ വിജ്ഞാപയാമാസുഃ വിജ്ഞാപയാമാസിഥ വിജ്ഞാപയാമാസതുഃ വിജ്ഞാപയാമാസ വിജ്ഞാപയാമാസ വിജ്ഞാപയാമാസിവ വിജ്ഞാപയാമാസിമ നാമരൂപാണി നകാരാന്തഃ പുല്ലിംഗഃ സവ്യസാചിൻ ശബ്ദഃ ഏകവചനം ദ്വിവചനം ബഹുവചനം പ്രഥമാ വിഭക്തി സവ്യസാചി സവ്യസാചിനൗ സവ്യസാചിനഃ സംബോധന പ്രഥമാ ഹേ സവ്യസാചിൻ ഹേ സവ്യസാചിനൗ ഹേ സവ്യസാചിനഃ ദ്വിതീയാ വിഭക്തി സവ്യസാചിനം സവ്യസാചിനൗ സവ്യസാചിനഃ തൃതീയാ വിഭക്തി സവ്യസാചിന സവ്യസാചിഭ്യാം സവ്യസാചിഭിഃ ചതുർത്ഥി വിഭക്തി സവ്യസാചിനെ സവ്യസാചിഭ്യാം സവ്യസാചിഭ്യഃ പഞ്ചമി സവ്യസാചിനഃ സവ്യസാചിഭ്യാം സവ്യസാചിഭ്യഃ ഷഷ്ഠി സവ്യസാചിനഃ സവ്യസാചിനോഃ സവ്യസാചിനാം സപ്തമി സവ്യസാചിനി സവ്യസാചിനോഃ സവ്യസാചിഷു ഇത്രയാണ് നകാരാന്ത പുല്ലിംഗഃ സവ്യസാചിൻ ശബ്ദഃ വ്യാകരണവിശേഷഃ തസ്മൈ പ്രദായ ദാനാർത്ഥേ ചതുർത്ഥി വിഭക്തിഃ ചതുർത്ഥി സമ്പ്രദാനേ ഇതി സൂത്രേണ ദാനാർത്ഥേ ചതുർത്ഥി ഭവതി. എന്താണ് തസ്മൈ പ്രദായ ദാനാർത്ഥേ ചതുർത്ഥി വിഭക്തി? തസ്മൈ പ്രദായ ചതുർത്ഥി സമ്പ്രദാനേ, അതായത് സമ്പ്രദാനം ചെയ്യുക, അവനായിക്കൊണ്ട് എന്നുള്ള മീനിങ്ങിലാണ് അർത്ഥം വരുന്നത്. ശബ്ദകോശഃ അഭിധാനം എന്ന് പറഞ്ഞാൽ കഥനം, പറച്ചിൽ, സ്പീച്ച്. അഭിവാദയേ നമസ്കരോമി, ഞാൻ നമിക്കുന്നു, ഐ ബോ. അക്ഷഃ ദ്യൂതാവയവഃ പകിട. അഷ്ടാപദം ദ്യൂതാക്ഷഃ പകിട. ഡൈസ്. ആസനം പീഠം, ഇരിപ്പിടം, സീറ്റ്. കല്യാണഃ കുശലി, സുഖമുള്ളവൻ, ഫൈൻ ആൻഡ് വെൽ. ക്ഷിപ്രം ശീഘ്രം, പെട്ടെന്ന്, സഡൻലി. ഘൃണാ ദയ, ദയാ, കൈൻഡ്നസ്. ചക്രപാണിഃ കൃഷ്ണഃ, ശ്രീകൃഷ്ണൻ, ലോർഡ് കൃഷ്ണ. ചക്രായുധഃ കൃഷ്ണഃ, ശ്രീകൃഷ്ണൻ, ലോർഡ് കൃഷ്ണ. ജതുഗൃഹം ലാക്ഷാഭവനം, അരക്കില്ലം. ജനാർദ്ദനഃ കൃഷ്ണഃ, ശ്രീകൃഷ്ണൻ. ജാഛേദാത് ധനുർഗുണവിച്ഛേദാത്, ഞാൻ മുറിഞ്ഞതുകൊണ്ട്. ദർപ്പഃ അഹങ്കാരഃ, അഹങ്കാരം. ദഹന്തി ജ്വാലയന്തി, കത്തിക്കുന്നു. ദാരാഹ പത്നി, പത്നി. നിനദൈഹി ശബ്ദൈഹി, ശബ്ദങ്ങളാൽ. നിശാചരാഹ രാക്ഷസാഹ, രാക്ഷസന്മാർ. നൃപതിഃ രാജ, രാജാവ്, കിങ്. നൈകേ അനേകേ, ധാരാളം. പണഃ പണവസ്തു, പണയവസ്തു. പര്യാവരണേ അന്തരീക്ഷേ, അന്തരീക്ഷത്തിൽ. പിതാമഹഃ പിതുഃ, പിതാ മുത്തച്ഛൻ. പ്രതിവചഃ പ്രത്യുത്തരം, മറുപടി. പ്രദർശയസി ഉപഹസസി, നീ കളിയാക്കുന്നു. ഫൽഗുണഃ അർജുനഃ, അർജുനൻ. വപുഃ ശരീരം, ശരീരം. വിഷാണഃ പശുശൃംഗഃ, കൊമ്പ്, പശുവിൻ്റെ കൊമ്പാണ് വിഷാണഃ. ശ്രോതവ്യഃ ശ്രോതും യോഗ്യഃ, കേൾക്കേണ്ടത്. സംഖ്യകം സംഖ്യം, യുദ്ധം. സമീരണഃ പവനഃ, കാറ്റ്. ഹരിതാംശുകം ഹരിതകമ്പലം, പച്ചപ്പെട്ട്, ഗ്രീൻ സിൽക്ക്. അപ്പം അത്രയുമാണ് ആ ഒരു എന്താ പറയുക നമ്മുടെ സവ്യസാചി എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ മീനിങ്ങിൽ ആ യൂണിറ്റിലെ കുറേ വേർഡ്സ് കഴിഞ്ഞ ചാപ്റ്ററിലേക്ക് വേർഡ് മീനിങ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധയോടുകൂടി സവ്യസാചി എന്ന് പറയുന്ന ഈ ചാക്യാർകൂത്ത് പ്രബന്ധം മേൽപുത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ പ്രബന്ധം പഠിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. മംഗളാനി ഭവന്തു. ഓം നമഃ ശിവായ.